സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. സങ്കീർത്തനം 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും. കർത്താവായ ദൈവത്തിൻ്റെ പർവ്വതങ്ങളെക്കുറിച്ച് നാം കാണുകയാണ്. വേദപുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പർവ്വതങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചിന്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അപ്പം പർവ്വതങ്ങൾ, പർവ്വത ദൈവങ്ങൾ, എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം. ഇതിനിടയ്ക്ക് നമ്മൾ കാണുന്ന കുറച്ച് പർവ്വത അനുഭവങ്ങളെ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നെ ആ ഭാഗങ്ങൾ ചിന്തിപ്പിക്കുകയും അത് ഓരോ പ്രാവശ്യം ചിന്തിക്കും തോറും വ്യക്തിപരമായി ഒത്തിരി വിടുതലുകൾ അനുഭവിക്കാനും ദൈവം ഇടയാക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മളത് പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യന് കൊടുത്ത വലിയൊരു കഴിവാണ് തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ്. നന്മയും തിന്മയും നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ തിന്മ തിരഞ്ഞെടുക്കരുത്, നന്മ തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുക്കാനുള്ള വിവേചന ശക്തി നിങ്ങൾക്കുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു. സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത മനുഷ്യനെ പാപികളായിട്ട് മാറുന്നു. അങ്ങനെ തൽബലമായി ഏതെൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ദൈവികമായ ശിക്ഷകളിലേക്ക് അവർ നയിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യനും പരന്നു എന്ന് കാണുന്നു. അങ്ങനെ പാപത്തിൻ്റെ ശമ്പളമായ മരണവും ശിക്ഷകളും ഒക്കെ പേറിക്കൊണ്ട് മനുഷ്യൻ നടക്കുകയാണ്. എന്നിട്ടും മനുഷ്യനിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ലോട്ട് വരുമ്പോൾ 5-ാം അധ്യായത്തിൽ ശേത്തിൻ്റെ വംശപാരമ്പര്യം നമ്മൾ കാണുന്നു. ആ പരമ്പരയിൽ ഹാനോക്ക്, പിന്നെ മെഥൂശലേഹ്, ഇങ്ങനെ പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നോഹയെ കാണുകയാണ്. 6-ാം അധ്യായത്തിൽ കാണുന്നു നോഹയുടെ കാലഘട്ടം. ആ കാലഘട്ടവും ഇന്നിൻ്റെ കാലഘട്ടവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പാപം വല്ലാതെ പെരുകി, ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്ത ഒരു കാലം. മനുഷ്യൻ ബോധിച്ചവരെയെല്ലാം ഭാര്യമാരായിട്ടെടുത്ത ഒരു കെട്ടകാലം. ആ കെട്ടകാലമാണ് ഇന്നത്തെ കാലം. മനുഷ്യപുത്രൻ്റെ വരവൊക്കെ സമ്മാനങ്ങളായിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു കെട്ടകാലത്തിൽ ബോധിച്ച എവരെയും ഭാര്യമാരായിട്ടെടുക്കുന്ന ലൈംഗിക അരാജകത്വങ്ങളുടെയും മ്ലേച്ഛതകളുടെയും ഒരു കാലമായി. ആ കാലഘട്ടത്തിൽ പക്ഷേ എപ്പോഴും ഒരു ശേഷിപ്പുണ്ട്. ഒരു മനുഷ്യൻ വ്യത്യസ്തനായി നിൽക്കുകയാണ്. ഒഴുക്കിനെതിരെ ഇങ്ങനെ നിൽക്കുക. ഈ ഒഴുക്കിന് ഒത്തൊക്കെ പോകാൻ എളുപ്പമാണ്, ഒഴുക്കിനെതിരെ നിൽക്കാൻ പാടാണ്. പക്ഷേ ഒരു മനുഷ്യൻ നിന്നു, അത് നോക്കിയും കുടുംബവും. എന്താ മനുഷ്യൻ്റെ പ്രത്യേകത? നീതിമാനായിരുന്നു, ഒരു ഭാര്യയെ ഉള്ളായിരുന്നു. ബോധിച്ച പോലെ എല്ലാവരെയും ഭാര്യമാരായിട്ട് എടുക്കുന്ന ബഹുഭാര്യ നിങ്ങളുടെ നാട്ടിൽ ഒരു ഭാര്യയൊക്കെ ആയിട്ടും കുടുംബസ്ഥനായി കുടുംബത്തോട് നീതി പുലർത്തിയൊക്കെ ജീവിക്കുക. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളും കുടുംബ സംവിധാനങ്ങളും ഒക്കെ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക. അവിടെ വിശ്വസ്തയോടൊക്കെ നിന്ന ഒരു മനുഷ്യൻ നോഹയോട് ദൈവം പറയുന്നു, വലിയൊരു പ്രളയം വരാൻ പോകുക. കാരണം ഭൂമിക്ക് സഹിക്കാൻ വയ്യ. പാപത്തിൻ്റെ തിരിച്ചടികൾ എപ്പോഴും ഉണ്ടാകും. പാപം പെരുകുമ്പോൾ എപ്പോഴും തിരിച്ചടികൾ നമ്മൾ കാണാറുണ്ട്. മറ്റൊരു കാര്യമാണ്, നിരപരാധികളുടെ രക്തം വീഴുമ്പോൾ അവിടെ വലിയ തിരിച്ചടികൾ ദേശത്തുണ്ടാകാറുണ്ട്. ഭൂകമ്പം, പ്രതിസന്ധികൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ പലപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. എന്താ കാര്യം? പാപത്തിൻ്റെ തിരിച്ചടികളുണ്ടാകും. പറഞ്ഞു, പ്രളയം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അതിനെ അതിജീവിക്കണ്ടേ? അതിനുവേണ്ടി അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ഒരു പെട്ടകം പണിയണം. അങ്ങനെ നോഹ കുടുംബം പെട്ടകമൊക്കെ പണിതു. എല്ലാവരും അതിനകത്ത് കയറി. മൃഗജാലങ്ങളെല്ലാം വന്നു. മനുഷ്യൻ കയറിയില്ല, ഇവരൊഴിച്ച് മൃഗങ്ങളെല്ലാം കയറി. മൃഗങ്ങൾ ഇരണ്ടായിട്ട് കയറി. അങ്ങനെയെല്ലാം നിറഞ്ഞപ്പോൾ തമ്പുരാൻ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു എന്ന് കാണുക. പെട്ടകത്തിൻ്റെ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞ് വെള്ളം അങ്ങോട്ട് പോകാൻ തുടങ്ങി. മേളിലെ ഉറവ് തുറന്നു, താഴത്തെ ഉറവ് തുറന്നു. എന്തായിരിക്കാം? എൻ്റെ ചിന്ത മേഘസ്ഫോടനമായിരിക്കാം. മേളിൽ നിന്ന് മേഘസ്ഫോടനം എന്താ? ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം വരിക, തൂമ്പ് പോലെ അങ്ങോട്ട് വെള്ളം വീഴാൻ തുടങ്ങിയ നിമിഷ നേരം കൊണ്ടാണ് വെള്ളം ഇങ്ങനെ വരിക. അപ്പോൾ വെള്ളം പൊങ്ങി, പിന്നെ ഉരുള് പൊട്ടി. അങ്ങനെ ഭൂമിയുടെ ഉറവയും മേളത്തെ ഉറവയും എല്ലാം തുറന്നു. വെള്ളം ഇങ്ങനെ പൊങ്ങുകയാണ്. വെള്ളം, പ്രളയം, പൊങ്ങി. പെട്ടകവും അതനുസരിച്ച് പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ പെട്ടകം ഈ വെള്ളത്തിനകത്തോട് ഓടുകയാണ്. ഉല്ലാസം നൗകയല്ല ഇത്, വലിയ പ്രളയമാണ്. ഇപ്പം വല്ലാതെ ആടി ഒലഞ്ഞൊക്കെ കാണാം. ഒലഞ്ഞും വലഞ്ഞും അലഞ്ഞും ഒക്കെ ഈ പെട്ടകം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട് പെട്ടകം
വെള്ളമൊക്കെ നിന്നു. പെട്ടകം വന്ന് അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്ന് കാണും. പെട്ടകം ഉറച്ചു. എന്താണ് അവിടെ കാണുക? എല്ലാ മനുഷ്യർക്കും ഈ അലച്ചിലുകളൊക്കെ ഉണ്ടാകും. അലച്ചിലുകളുടെയും ഒലച്ചിലുകളുടെയും ഒക്കെ ഒടുവിൽ തമ്പുരാൻ കൊടുക്കുന്ന ഒരു പർവ്വതമുണ്ട്, അരാരാത്തിൻ്റെ പർവ്വതം. അതെന്താണ്? ജീവിതത്തിൻ്റെ ഒത്തിരി ഒലഞ്ഞ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. തളർന്നുപോയ ഭർത്താവിനെ വർഷങ്ങൾ നോക്കിയ ഭാര്യ, മാനസികരോഗിയായ ഭാര്യയെ എത്രയോ നാൾ ചേർത്ത് പിടിച്ചു കൊണ്ടുനടന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാൻസർ വന്നും തളർന്നും കിഡ്നി ഫെയിലായും ഒക്കെയുള്ള കൂടപ്പിറപ്പുകളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളികളെയും ഒക്കെ നോക്കിയ മക്കൾ, അമ്മമാർ, ഒപ്പം ഓട്ടിസം വന്ന മക്കളെ ചേർത്ത് പിടിച്ച് വിധിക്ക് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാ അലട്ടലുകളും സ്വയം സഹിച്ച എത്രയോ ആയിരക്കണക്കിന് മാതാക്കൾ ഇതിൻ്റെ എല്ലാ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ അലഞ്ഞ മനുഷ്യർക്കും തമ്പുരാൻ കൊടുക്കുന്ന ഒരു പർവ്വതമുണ്ട്. അത് അരാരാത്തിൻ്റെ പർവ്വതമാണ്. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അരാരാത്തുണ്ട്, ഒരു സ്വസ്ഥതയുടെ പർവ്വതമുണ്ട്. എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാൻ അതൊരുക്കും. അലച്ചിലുകളുടെയും ഒലച്ചിലുകളുടെയും ഒടുവിൽ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ ഒത്തിരി മക്കൾ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൊരു പെൺകുട്ടി പ്രാർത്ഥനയ്ക്ക് നിന്നപ്പോൾ എൻ്റെ മനസ്സ് ആ കുട്ടിയോട് ഒരു എന്താ പറയുക, ആ മകളോടൊരു ഫേവർ തോന്നിച്ചു. അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, യോഗാനന്തരം ഒന്ന് കാണണം. ആ മകളോട് ഞാൻ വന്നപ്പം പറഞ്ഞു, കുഞ്ഞെ നിനക്ക് വലിയൊരു ഭാവിയാണ് ദൈവം തരിക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ആ കുഞ്ഞിനോട് സംസാരിക്കാൻ ചില വാക്കുകളെ തന്നു. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ മകളുടെ മനസ്സും അവളുടെ മുഖവും അവളുടെ ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് വെച്ചൊരു പിതാവിനെ കണ്ടു. അപ്പോൾ ആ പിതാവ് എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസിന് എന്നെ ഓർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മകളുടെ പേര് പറഞ്ഞാൽ താങ്കൾ ഒരു പക്ഷേ ഓർക്കും. അദ്ദേഹം മകളുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഇന്നടത്ത് വെച്ച് പ്രാർത്ഥിച്ച മോളാണ്. എന്നിട്ട് ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, ഭയങ്കര ദൈവാനുഗ്രഹമുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഓർത്ത് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല, അതിന് വലിയ ഭാവിയുണ്ട്. ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്റർക്കറിയോ, എൻ്റെ മകൾ ജനിച്ചതോടുകൂടി അവിടെ അമ്മയുടെ മാനസിക നിലയുടെ താളം തെറ്റി. പിന്നെ താളം തെറ്റി അമ്മയെ നോക്കിയത് ഇവളാ. അതുകൊണ്ട് തന്നെ ബാല്യമില്ലാതെ പോയൊരു കുഞ്ഞുനാൾ മുതൽ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തതും അമ്മയെ നോക്കിയതും ഇവളാ. ആ അച്ഛൻ പറഞ്ഞൊരു വാക്ക്, അവൾ അമ്മയ്ക്ക് അമ്മയായിരുന്നു. അവൾക്ക് അമ്മയല്ലായിരുന്നു അമ്മ, അവൾ അമ്മയ്ക്ക് അമ്മയായിരുന്നു. ബാല്യം നഷ്ടപ്പെട്ട, ബാല്യത്തിൻ്റെ അലച്ചിലുകളിൽ അതിൻ്റെ സുഹൃതങ്ങളും അതിൻ്റെ കളിച്ചിരികളും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് ദൈവം പറയുന്നു, നിനക്ക് വലിയൊരു ഭാവിയുണ്ടെന്ന്. എന്താ കാര്യം? ബാല്യത്തിൽ അലഞ്ഞവർക്ക് തമ്പുരാൻ ഒരുക്കുന്ന ഒരരാരാത്ത്. ബാല്യത്തിൽ അലഞ്ഞ അങ്ങനെ കുറേ മക്കളെ നമ്മൾ കാണുന്നുണ്ട്. എസ്തേറ, അവൾ അനാഥ പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവളുടെ എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ അവിടെ യൗവനത്തിൽ അവളൊരു രാജ്ഞിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. വസ്തിയെ മാറ്റിയത് പോലും തമ്പുരാനായിരിക്കുമെന്ന് എൻ്റെ ചിന്ത. എന്താ കാര്യം ചോദിച്ചാൽ, വസ്തി അത്ര മോശപ്പെട്ട ഒരു സ്ത്രീയൊന്നുമല്ല. കാരണം ഭർത്താവിൻ്റെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ട ഭാര്യ നാട്ടുകാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് നിർബന്ധിച്ചപ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിന്ന ധീരതയുള്ളൊരു പെൺകുട്ടിയാണ് അവൾ. എന്നിട്ടും അവൾ സ്ഥാനഭ്രംശിയായത് ഈ അലഞ്ഞ പെൺകുട്ടിയെ അവിടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ തമ്പുരാൻ ഒരുക്കുന്ന ഓരോ അരാരാത്തുണ്ട്. ഒത്തിരി ജീവിതത്തിൽ അലഞ്ഞു പോയ സഹോദരങ്ങൾ, ചിലപ്പോൾ കത്രുവേലയിൽ ഒത്തിരി അലഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മുറി പാസ്റ്റേജിനകത്ത് ഒത്തിരി മക്കളും, പിന്നെ വരുന്ന ഗസ്റ്റും, പിന്നെ ഉപവാസ പ്രാർത്ഥനയും, പിന്നെ ട്രാൻസ്ഫറും, അതിൻ്റെ എല്ലാ ദുരിതങ്ങളും. പക്ഷേ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് യാത്രയായി വിളിച്ചവൻ്റെ വേല വിശ്വസ്തയോ ചെയ്ത എല്ലാവർക്കും തന്നെ ഇരട്ടി മാനത്തിന് ദൈവം അർഹരാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാര്യമുണ്ട്, ദൈവം കൊടുക്കുന്ന ഒരു അരാരാത്തെന്നുള്ളൊരു യാഥാർത്ഥ്യം. പിന്നെ ഏറ്റവും ഒടുവിൽ പറയട്ടെ, ആ അരാരാത്ത് മിക്കപ്പോഴും കർത്താവ് തന്നെയായിരിക്കും. മനുഷ്യരാർക്കും അരാരാത്തില്ലാത്ത ചിലർക്ക് ഒടുവിൽ അവൻ തന്നെ അരാരാത്തുകാകും. എല്ലാ സന്ധികളും അവൻ നമ്മുടെ അടുത്ത് വരും. എന്തിനാ? നമ്മുടെ വേദനകൾക്ക് ആശ്വാസമായി, നമ്മുടെ ദുരിതങ്ങൾക്ക് ആശ്വാസമായി. ഒടുവിൽ അവിടുന്ന് തന്നെ നമ്മുടെ അരാരാത്താകും. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ അവകാശവാദങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഈ പ്രായത്തിൻ്റെ ഒടുവിൽ എളിയവൻ ഒത്തിരി അലഞ്ഞിട്ടുണ്ട്, വല്ലാതെ അലഞ്ഞ ദിവസങ്ങളുണ്ട്. അങ്ങനെ ഒരു രാത്രി അലച്ചിലുകൾക്കൊടുവിൽ കാലെല്ലാം വല്ലാതെ നീര് വെച്ചപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ദൈവം എന്നെ കേൾപ്പിച്ച ഒരു ശബ്ദമാണ്, നിനക്ക് ഞാനൊരു അരാരാത്ത് തരും, നിനക്ക് ഞാനൊരു അരാരാത്ത് തരും. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും
തമ്പുരാൻ ഒരുക്കുന്ന അരാരാത്ത്. ജീവിതത്തിൽ ഒത്തിരി അലഞ്ഞു പോയ അമ്മമാർ ഭർത്താവിൻ്റെ മദ്യപാനവും കഷ്ടപ്പാടും, പക്ഷെ ചിലപ്പം അവരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞു, ഈ മക്കൾ അവർക്ക് അരാരാത്ത. ഒത്തിരി കഷ്ടപ്പെട്ട അമ്മച്ചിമാരെ കൈവള്ളി കൊണ്ടു നടക്കുന്ന കൊച്ചുമക്കൾ, അതവരുടെ അരാരാത്ത. മദ്യപാനിയായ അപ്പൻ്റെ മകളായി ജനിച്ച് വളർന്ന് കൊച്ചിലെ ഒത്തിരി അലഞ്ഞ മക്കൾ, അവൾ ചെന്ന് കയറുന്ന വീട്ടിൽ അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഭർത്താവും അമ്മായിയമ്മയും അരാരാത്ത. എല്ലാവർക്കും തമ്പുരാൻ ഒരു അരാരാത്തൊരുക്കും. അലച്ചിലുകളുടെയും ഒലച്ചിലുകളുടെയും വലച്ചിലുകളുടെ എല്ലാ ഒടുവിൽ ദൈവം ഒരുക്കുന്ന അരാരാത്ത്. ഈ രാത്രി ഒത്തിരി കഷ്ടപ്പെട്ടവർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇന്നും കഷ്ടപ്പാടുകൾ. ദൈവമേ, എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നും മണ്ണില്ലേ? പക്ഷെ വചനം പറയുന്നു, അമ്മ പിതാവേ, നിനക്കും ദൈവം ഒരു അരാരാത്ത്. ഒടുവിൽ അവിടും തന്നെ നമ്മുടെ അരാരാത്ത്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചില നിമിഷങ്ങളൊന്ന് സ്തുതിച്ച്, കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച്. ജീവിതത്തിൻ്റെ എല്ലാ അലച്ചിലുകൾക്കിടയില്ല. മകൾക്ക് കല്യാണം ആലോചിക്കുക, അല്ലെങ്കിൽ മകന് കല്യാണം ആലോചിക്കുക. നല്ലൊരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചപ്പം അത് ഏതാണ്ടെന്ന് ഉറപ്പിക്കുന്നതിനിടയിൽ കാരണവന്മാർ വന്നിട്ട് അകത്തോട്ട് പോയി അടക്കം പറച്ചില്ല. വേണോ വേണ്ട എന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. അതെന്നാ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുക, ഈ പെണ്ണിൻ്റെ അപ്പൻ്റെ അപ്പനെ നമ്മുടെ വീട്ടിലെ ടാപ്പിങ്ങാനായിരുന്നു. അപ്പം പിന്നെ നമുക്കത് വേണോ? നമ്മുടെ കുടുംബത്തിനത് ചേരുമോ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? ആ വല്യപ്പൻ റബ്ബറിനിങ്ങനെ കുനിഞ്ഞ് വളഞ്ഞു നിന്നപ്പം വെളുപ്പങ്കാല. പിന്നെ അവിടെ ഇരുട്ട. അതുകൊണ്ട് അമ്മച്ചി ഇവിടെ വിളക്ക് കാണിക്കാൻ പോയി. കാരണം പാമ്പും ചേമ്പുമൊക്കെ ഉള്ള സ്ഥലമാണ്. ആ വളവിന് വളഞ്ഞു നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മഴ ചാറി. അപ്പച്ചനും അമ്മച്ചിയും കൂടെ പ്രാർത്ഥിച്ചു, പിള്ളേരുടെ ഗതികേടൊന്ന് മാറ്റിയേക്കണേ. പിന്നെ കിട്ടിയ ഒട്ടുപാലും വിറ്റ് അതിൻ്റെ സ്വത്ര കാഴ്ചയും ദശാംശമായി സഭയിൽ വന്ന് ഇടയോഗം നടത്തി, കൂട്ടായ്മ നടത്തി, മാസികത്തിന് കഞ്ഞിയും വെച്ച് ഇഷ്ടം പോയപ്പോൾ തമ്പുരാൻ നിശ്ചയിച്ചു, മക്കളായ മക്കളുടെയൊക്കെ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റണമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, തമ്പുരാൻ എല്ലാവരുടെയും അവസ്ഥകളൊക്കെ മാറ്റും. അലഞ്ഞ എല്ലാവർക്കും ദൈവം ഒരുക്കുന്ന ഒരരാരാത്ത്. ഈ രാത്രിയിലും ആത്മാവ് പറയുന്നു, നിങ്ങൾക്കും ദൈവം ഒരുക്കുന്ന ഒരരാരാത്തുണ്ട്. കരങ്ങളടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ച്. ആരും ഈ രാത്രി വെറുതെ ഇരിക്കരുത്. ദൈവം ഒരുക്കുന്ന അരാരാത്തുകളെ സ്വീകരിക്കുക. കൺഫർമേഷനാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നുള്ള ഒരു കൺഫർമേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരാരാത്തിൻ്റെ ഒരു പർവ്വതാനുഭവം. മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുക. 12-ാം അധ്യായത്തിൽ വിളിച്ചിട്ട് നീ ഇങ്ങനെ പുറപ്പെടാൻ പറയുന്നു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെടുകയാണ്. അന്നേരം മക്കൾ ജനിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് തന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ മേപ്പോട്ടൊക്കെ നോക്കിയേ, ആകാശം കണ്ടു, നിൻ്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ. 15-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ പറയുന്നു, നിലത്തെ പൂഴിയെപ്പോലൊക്കെ വർദ്ധിപ്പിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിക്കും. ഈ ആകാശത്തേക്കൊക്കെ നോക്കുന്നത് നല്ല സുഖമുള്ളൊരു കാര്യം. രാത്രിയിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങി മേളോട്ടൊന്ന് നോക്കണം. എന്ത് രസമാണെന്നറിയാം കാണാൻ. പ്രസന്നമായ അന്തരീക്ഷം, അവിടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ആകാശത്തേക്കൊക്കെ നോക്കണം, എപ്പോഴും പെരയ്ക്കാതിരിക്കരുത്. രാത്രി ഇങ്ങനെ. നമ്മുടെ ഒരു പാസ്റ്ററുണ്ടേ, അദ്ദേഹം ഒരു ക്യാബിന് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. മക്കളെ, നിങ്ങളൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുക, ഞാൻ വളർന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ, ഞാൻ കിടന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ, ഞാൻ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച 5 സ്റ്റാറിൽ താമസിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ആരുമില്ല. 5 സ്റ്റാർ കണ്ടിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ 7 സ്റ്റാറിൽ താമസിച്ചവനാണ്. പിള്ളേർ അന്തം വിട്ട് നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ വീട് ഓലവേഞ്ഞ വീടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം കിടുത്തിയായിരുന്നു. കട്ടിലേ കിടന്ന മേളിലോട്ട് നോക്കിയാൽ 7 സ്റ്റാർ കാണാമായിരുന്നു. അങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ വളർന്നവനാ. അപ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ കാണുക, അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ചുമ്മാ ഒന്ന് പോയി നോക്കണം മേപ്പോട്ടൊക്കെ. അപ്പോൾ ആകാശമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ സന്തതിയെ ഞാൻ ഇതുപോലൊക്കെ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. പക്ഷേ പെട്ടെന്നൊന്നും നടന്നില്ല. കാലം മുമ്പോട്ട് പോയി. 10 വർഷം കഴിഞ്ഞും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ സാറാ പറഞ്ഞ നാണക്കേടല്ലേ, ഒരു കാര്യം ചെയ്യും, ഹാഗറിനെ തരാം, ഹാഗറിലൊരു കൊച്ചിനെ തരണം. അങ്ങനെ ഹാഗറിലൊരു കുട്ടിയുണ്ടായി. ഹാഗർ ഗർഭിണിയായി. ഹാഗർ ഗർഭിണിയായപ്പോൾ സാറായുടെ ഇടം മട്ടുമാറി. അതാണ് ഈ സ്ത്രീകൾ, മട്ടുമാറി. എന്താ കാര്യം ചോദിച്ചാൽ, അന്ന് വരെ അബ്രഹാം ചേട്ടായി വരുമ്പോൾ സാറാമ്മച്ചി ചെല്ലും, ചേട്ടാ കാപ്പി വേണോ, ചേട്ടാ കഞ്ഞി വേണോ, ചേട്ടാ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, എന്നാൽ കയ്യിൽ മാറ്, കുളിക്കാൻ ചൂടുവെള്ളം, ഇതെല്ലാം കൊണ്ട കൊടുക്കും. പക്ഷേ ഇപ്പോൾ അതങ്ങ് മാറി. ഹാഗർ പതുക്കെ ചെല്ലാൻ തുടങ്ങി. കഞ്ഞി വേണോ, കാപ്പി വേണോ, ചൂട് വേണോ, തണുത്ത് വേണോ, മധുരം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ
സാറായിക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവളിങ്ങനെ മുട്ടിയൊരുമി നിൽക്കുക. സാറായിട്ട് ഇട്ടപ്പാട് തെറ്റി. ഇന്നലെ വരെ അടുക്കളയിൽ നിന്നവൾ ഇപ്പോൾ അരങ്ങത്തായി. അപ്പോൾ അവളെന്ത് തുടങ്ങി? കാഠിന്യം തുടങ്ങി. ഇത് സ്ത്രീകൾക്കുള്ളൊരു കഴിവാണ്. ഓടിക്കണമെന്ന് വെച്ചാൽ അവർ ഓടിച്ചിരിക്കും, ഉറപ്പാണ്. ഓടിക്കണമെന്ന് വെച്ചാൽ ഏത് പാസ്റ്ററെ അവർ ഓടിച്ചിരിക്കും. അതിന് പലപ്പോഴും കരുക്കൾ നീക്കാൻ മിടുക്കര്. കഥയുണ്ടാക്കണേ, കഥ ഉണ്ടാക്കും. കഥയുണ്ടാക്കി ഓടി. നിങ്ങളൊന്നും അല്ല കേട്ടോ. കഥയുണ്ടാക്കിയ ഒരു അമ്മ എനിക്കറിയാം. പാസ്റ്റർ അവരെ കയറി ഉപദ്രവിക്കാൻ ചെന്ന. ഞാൻ ചെന്ന് ചോദിച്ചു, സത്യമാണോ? അല്ല, ഉപദ്രവിക്കാൻ വരുന്നു എന്ന് എന്നോട് ആത്മാവ് പറഞ്ഞെന്ന്. റെഡിയായിട്ട് നീങ്ങോളാം. പക്ഷെ കേട്ട് കേട്ട് വന്നപ്പം വേറെയായി. പൊക്കോട്ടെ, തമ്പുരാനെ ഈ പാപമൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു. എന്നാലും കാഠിന്യം തുടങ്ങിയപ്പോൾ ഹാഗറങ്ങ് ഓടിപ്പോയി. അപ്പം തമ്പുരാൻ പറഞ്ഞു, പോകരുത്, നീ തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് ഇസ്മായിലിന് ജന്മം കൊടുത്തു. അപ്പോൾ അബ്രഹാമിന് 86 വയസ്സുണ്ട്. കാലം മുമ്പോട്ട് പോയി. 14 വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി, ഇസഹാക്ക്. അത് കഴിഞ്ഞ് ഇസഹാക്കിൻ്റെ പാലുകൂടി തീരുന്ന ദിവസം 21-ാം അധ്യായം 3 വർഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം 14 3 17 വയസ്സുള്ള ഇസ്മായിലിനെയും ഹാഗറിനെയും കൂടെ ഇറക്കി വിട്ടു. ഇച്ചിരി അപ്പോൾ ഒരു തുരുത്തി വെള്ളമൊക്കെ കൊടുത്ത് ഇറക്കി വിട്ടു. എന്നിട്ട് കുട്ടിയെ കൊണ്ടുവന്നൊരു അമ്പിൻപാട് ദൂരത്തിട്ടിട്ട് ഈ ഹാഗർ ഇങ്ങനെ നിൽക്കുക. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ദൈവത്തിൻ്റെ ദൂതൻ ഹാഗറിനോട് വന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേക്കിട്ട് കുട്ടിയെ താങ്ങി എഴുന്നേൽപ്പിക്കണം, അവന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ഇങ്ങനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, 17 വയസ്സുള്ള ഇസ്മായിൽ, പിന്നെ അവൻ്റെ അമ്മ ഹാഗർ, ആർക്കായിരിക്കും ആരോഗ്യം? 17 വയസ്സുള്ള ഇസ്മായിൽ, ഹാഗർ, ആർക്കായിരിക്കും ആരോഗ്യം? ഇസ്മായിലായിരിക്കും. പക്ഷേ ഇവിടെ ദൈവം ഹാഗറിനോടാണ് പറയുക താങ്ങി എഴുന്നേൽപ്പിക്കാൻ. എന്താ കാര്യമുണ്ട്. ഈ കുഞ്ഞിനെ വയറ്റിയിട്ടുണ്ട്. അവൾ ഓടിയപ്പം തമ്പുരാൻ പറഞ്ഞു, നീ പോകരുത്, നീ പോയിട്ട് സാറായിക്ക് കീഴടങ്ങിയിരിക്കണം. കാഠിന്യത്തിൻ്റെ 10-17 വർഷം അവൾ സഹിച്ച് എന്തിനാണെന്നറിയാമോ? ഈ 17കാരൻ തളർന്നുപോയി അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ. ഈ 17കാരങ്ങനെ കാണുന്ന ബഹളേ ഉള്ളൂ. ഈ മൂച്ചൊക്കെ എന്താ, ഇപ്പം ഞാൻ കാണിക്കാം നിങ്ങൾ അന്നില്ല കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ അങ്ങോട്ട് ചവിട്ടി അടച്ച് പിണങ്ങി ഒരൊറ്റ ബഹളം. അവർക്ക് വേണ്ട എല്ലാം സാധിക്കും. ചുരിദാർ വേണേൽ ചുരിദാർ, അത് ടൂറിന് പോകണേ ടൂറ്, കൂട്ടുകാരത്തിലെ വീട്ടിൽ പോകണേ കൂട്ടുകാരത്തിലെ വീട്ടിൽ പോകാൻ, എന്തോ വേണേലും ചവിട്ടി സമസ്ത അട്ടവും പട്ടിച്ച് പയറ്റി മേടിക്കും. പക്ഷേ ഈ മൂച്ചെല്ലാം വെറുതെയാണ്. ഇതിനൊന്നും ഒരു ശക്തിയുള്ളതല്ല. അവൻ ബ്ലോക്ക് ചെയ്താൽ അന്ന് അവൾ ചാകാൻ തുടങ്ങും. അവൻ ഫോൺ ബ്ലോക്ക് ചെയ്താൽ അന്ന് അവൻ ചാകാൻ തുടങ്ങും, അല്ലെ അവൾ ചാകാൻ തുടങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ ഈ പിള്ളേരെല്ലാം ഒന്നും സഹിക്കാൻ വയ്യാത്ത പിള്ളേരാണ്. ഞാനൊരു ദിവസം രാത്രി ഒരിടത്ത് പോവുക. അപ്പോൾ രാത്രി 1 മണിക്ക് ഒരു കരഞ്ഞുകൊണ്ട്, ഞാനങ്ങ് മലബാറിന് വിട്ടു പോവുക, കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, ഇപ്പം ഞാൻ ചാകും, ഇപ്പം എന്നെ കാണണം. ഞാൻ നീ എവിടുന്നാ? അവൻ സ്ഥലം പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഞാനങ്ങ് മലബാറിന് പോവുക, ഒന്നും കുഴപ്പമില്ല, ഞാൻ രാവിലെ വന്നേക്കാം. അവൻ വെളുപ്പിന് 6 മണിക്ക് ഞാൻ ചെല്ലുന്നിടത്ത് ബൈക്കേ വന്ന് നിൽക്കുക. അപ്പോൾ അവൻ എന്നോ സ്പീഡിലായിരിക്കും വന്നേ, എൻ്റെ പൊന്നെ. അപ്പോൾ എൻ്റെ കൂടിരുന്ന മോൻ പറയുക, അച്ഛാ ഇത് കേട്ടിട്ട് അത് തേപ്പ് കിട്ടിയ ലക്ഷണമാണ്. ഞാൻ തേപ്പ് കിട്ടിയോ? പെണ്ണവനെ തേച്ചതായിരിക്കും, അതുകൊണ്ട് അവൻ ചാകാൻ വന്നേ. ആദ്യത്തെ തേപ്പായതുകൊണ്ട് സാരമില്ല, 3 കിട്ടിയായിരുന്നെങ്കിൽ അവൻ ഓക്കെ ആയേനെ. പക്ഷേ സത്യമാണേ, അവന് ഒന്നും സഹിക്കാൻ വയ്യ. ഈ പിള്ളേരെല്ലാം പെട്ടെന്ന് തളർന്നു പോകുന്ന പിള്ളേരെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി കാഠിന്യം അനുഭവിച്ച അമ്മമാരുണ്ട്. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് അവർക്ക് കൈക്കും മസിലൊന്നും ഇല്ലെങ്കിലും മനസ്സിന് ഭയങ്കര വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അവരിങ്ങനെ താങ്ങി എഴുന്നേൽപ്പിക്കും. കുഞ്ഞെ തളരല്ലേ, പ്രാർത്ഥിക്കാം, മുട്ടുമടക്കാം, കൈകോർക്കാം, അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അമ്മമാരോടെല്ലാം പറയട്ടെ, തളർന്നു പോകുന്ന ഈ മക്കളെ താങ്ങി പിടിക്കാൻ തമ്പുരാൻ നിങ്ങളുടെ കരങ്ങൾക്കൊരു ശക്തി തന്നിട്ടുണ്ട്. എല്ലാ മാതാക്കളും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാ മാതാക്കളും പിതാക്കന്മാരും കഥ ഉയർത്തിപ്പിടിച്ചേ. എന്തിനാണെന്നറിയാമോ? കാഠിന്യമേറിയ അനുഭവങ്ങളിലൂടെ തമ്പുരാൻ നിങ്ങളെ പറഞ്ഞു വിട്ടത് ഒറ്റ കാര്യത്തിനാണ്, തളർന്നു പോകുന്നൊരു തലമുറയെ താങ്ങിപ്പിടിക്കാനുള്ള ശക്തി കിട്ടേണ്ടതിന്. എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. തളർന്നു പോകുന്ന ചെറിയ കാര്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വലഞ്ഞു പോകുന്ന, മരിച്ചാൽ മതിയെന്നും കരഞ്ഞു പോകുന്ന, ഡിപ്രഷനായി പോകുന്ന എല്ലാത്തിനെയും താങ്ങി എഴുന്നേൽപ്പിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കരങ്ങൾക്ക് ഭയങ്കര ശക്തി തന്നിട്ടുണ്ട്. അനുഭവത്തിൻ്റെ ആർജവത്വം, പിന്നെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ, വിശ്വാസ ജീവിത പരിശോധനകളിൽ നിലനിർത്തിയ ദൈവം. എന്താണ് അനുഭവങ്ങൾ താങ്ങിപ്പിടിക്കാനാ, കരങ്ങളെ താങ്ങിപ്പിടിക്കാനാ. അങ്ങനെ ഹാഗർ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു എന്ന് കാണുന്നു. അടുത്ത അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുക, നീ സ്നേഹിച്ച നിൻ്റെ ഏകജാതനെ എനിക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിക്കണം. ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി അബ്രഹാം തീരുമാനിച്ചു, അനുസരിച്ചേക്കാം.
രാവിലെ എഴുന്നേറ്റിട്ട് ആലോചന ആരോടും ചോദിക്കാതെ താൻ പൈതലിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വിറകൊക്കെ കീറിയെടുത്ത് കഴുതയുടെ പുറത്ത് വെച്ചിങ്ങനെ പോയി. മലയുടെ അടുത്ത് ചെന്നപ്പോൾ ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് അപ്പനും മോനും തന്നെ കയറി പോകുകയാണ്. വിറകെടുത്ത് ഈ കുഞ്ഞിൻ്റെ തോളി വെച്ചു. പോകുന്ന യാത്രയിൽ കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നെഞ്ചു പിളർക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ലേ, മൃഗമില്ലേ, എന്തിയേ? അപ്പന് ഒന്നും ശങ്കിച്ചില്ല. ഒരു നിമിഷത്തിൻ്റെ ഇടവേള പോലും ഇല്ലാതെ അപ്പനൊരു മറുപടി പറഞ്ഞു, മോനെ ആര് കരുതിക്കൊള്ളും? യഹോവ കരുതിക്കൊള്ളും. അവർ അവിടെ ചെന്നിട്ട് മകനെ പിടിച്ച് കിടത്തി. കത്തിയെടുത്ത് കുത്താൻ ആഞ്ഞപ്പോൾ ഒരു അശരീരി മുഴങ്ങി, അബ്രാമേ അബ്രാമേ, ബാലിൻ്റെ മേൽ കൈവെക്കരുത്. എന്താ അതിൻ്റെ അർത്ഥം? അബ്രാമേ അബ്രാമേ, ശീമോനെ ശീമോനെ, എരിശിലേമേ എരിശിലേമേ, കൈവെക്കരുത്. തലപൊക്കി നോക്കിയപ്പോൾ ഒരാട്ടിൻകുട്ടി കിടക്കുന്നത് കണ്ടു. അതിനെ എടുത്ത് യാഗമായി അർപ്പിച്ചു. ആ പർവ്വതത്തിന് അവർ പേരിട്ടു യഹോവ ഇരേ. എന്താണ് യഹോവ ഇരേ? കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ഒരു പർവ്വതമാണ്. ഇന്ന് രാത്രി പറയട്ടെ, ഉറപ്പിക്കുന്ന ഒരു പർവ്വതമുണ്ട്. 2, കരുതുന്ന ഒരു പർവ്വതമുണ്ട്. ഞാൻ നിനക്കായി കരുതുന്നാകയാൽ നിൻ്റെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞ കർത്താവ് ഈ രാത്രി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ? അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനയല്ലയോ? എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഹല്ലേലൂയ. കാക്കകളെ വിചാരിപ്പിൻ, വിതയില്ല, കൊയ്ത്തില്ല, കളപ്പരെ കൂട്ടി വെക്കുന്നില്ല, എന്നാൽ വയലിലെ റോസയ്ക്കും ആകാശത്തിലെ പറവകൾക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്ന ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ പർവ്വതം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇഷ്ടം പോലെ പൈസ, കോടിക്കണക്കിന് രൂപ ആ കുഞ്ഞിൻ്റെ അവകാശമാണ്. ആ കുട്ടിയെ കിട്ടുന്നവർക്ക് ഇത്ര രൂപ കൊടുക്കും. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട്. പലപ്പോഴും വിവാഹം നടക്കാൻ നിൽക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. എന്നാൽ 1 രൂപ കയ്യിലെടുക്കാനില്ലാത്തത് വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ കണ്ണ് തള്ളി നോക്കി നിൽക്കാനേ ഒക്കത്തുള്ളൂ. അവരതൊറ്റ കാര്യം പറയും, യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. എന്താ ദൈവം? കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രിയിലും വിളിച്ചു പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. കോഴ്സൊക്കെ കഴിയുമ്പോൾ, 12th കഴിയുമ്പോൾ കാശുള്ളവർ നേരത്തെ എല്ലാം ക്രമീകരിക്കും. ചില മക്കൾ വിദേശത്ത് പോകുന്നു, മറ്റ് ചില മക്കൾ പ്രൊഫഷണൽ കോഴ്സിന് നേരത്തെ ബുക്ക് ചെയ്യുന്നു. പക്ഷെ കാശില്ലാത്ത മക്കൾ അപ്പനിങ്ങനെ അനങ്ങാതിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, അത്ഭുതം എന്നോണം തക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ കാര്യം? നീ കരുതാനില്ലെങ്കിലും, കരുതാൻ നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിലും കരുതി വെക്കുന്ന ഒരപ്പനുണ്ട്. അപ്പനെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന ഒരബ്ബ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മൾ ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന ഒരബ്ബ നമുക്ക് വേണ്ടിയുണ്ട്. ഈ രാത്രിയിൽ അങ്ങനെ ഒരബ്ബ, കരുതുന്ന ഒരബ്ബ, എങ്ങനെ ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരബ്ബ നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ടെന്ന് അറിവുള്ളവർ, അനുഭവിച്ചിട്ടുള്ളവരെല്ലാം വിശുദ്ധ കരങ്ങളെ അല്പസമയം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ഈ രാത്രി ചില വിഷയങ്ങളുടെ മേൽ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവ് പറയുക, നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്. എത്രയോ രാത്രികളിൽ ഈ എളിയദാസൻ മുമ്പ് ഉറങ്ങാൻ കഴിയാതിരുന്നിട്ടുണ്ട്. നേരം വെളുക്കുവോളം ഞാൻ പാടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? പുലർച്ചയിൽ അത്ഭുതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ കാണുന്ന, അത്ഭുതങ്ങൾ അറിയുന്ന, അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള എളിയവർ പറയട്ടെ, കരുതുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചിട്ടുള്ളൊരു ദൈവം. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം എന്ന് നടക്കും, എങ്ങനെയാകും? കർത്താവ് പറയുന്നു, ആ കുഞ്ഞ് നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളിയെ കൂടെ കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കരുതിയിട്ടുള്ള ദൈവമാണ്. എന്നാൽ തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിച്ചാൽ മതി. തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് പറയുന്നു, ഞാൻ നിനക്കായി കരുതുന്നാകിയാൽ നിൻ്റെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. ഹല്ലേലൂയ. നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുവാൻ പറയുന്ന കർത്താവ് ഈ രാത്രി പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. യഹോവ ഈരെ, കരുതുന്ന ദൈവം. എല്ലാവരും കരങ്ങളടിച്ച് അല്പസമയം സ്തുതിച്ചേ. എല്ലാവരും കരങ്ങളടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ.
പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഹല്ലേലൂയ എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിൻ്റെ ചുമലിൽ. ആ കൊച്ചു കുഞ്ഞ്, അനാഥത്വത്തിൻ്റെ നൊമ്പരങ്ങൾ അറിഞ്ഞ ഒരു കുഞ്ഞ്, അവളുടെ അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് തീരെ ചെറുപ്പമായിരിക്കുന്ന 5-6 വയസ്സുള്ള കുഞ്ഞും അമ്മയും കൂടെ വളരാൻ തുടങ്ങി. അമ്മ കുഞ്ഞ് അവരൊന്നിച്ച് ജീവിക്കുക. 10 വയസ്സിൽ താഴെ കുഞ്ഞിന് പ്രായമുള്ളപ്പം അമ്മ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് ആശുപത്രിയിൽ പോയി. കാരണം അമ്മയുടെ ഹൃദയത്തിന് ശ്വാസം മുട്ടൽ, എന്തോ അപകടം മണത്ത അമ്മ കുഞ്ഞിനെയും കൂട്ടി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അവൾക്ക് ശ്വാസം മുട്ടൽ കൂടി. അമ്മയ്ക്ക് 10 വയസ്സിൽ മാത്രം താഴെയുള്ള അപ്പം മരിച്ചുപോയ അനാഥത്വത്തിൻ്റെ നൊമ്പരങ്ങൾ നേരത്തെ എറിഞ്ഞ ആ കുഞ്ഞിൻ്റെ മടിയിലോട്ട് അമ്മ തലവെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച സഹോദരനോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ കുഞ്ഞിനെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടൊന്ന് ഇറക്കി വിട്ടേക്കുക. ആ മടിയിൽ കിടന്ന് അമ്മ മരിച്ചു. 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിൻ്റെ മടിയിൽ അമ്മ കിടന്നു മരിച്ചു. ആ കുഞ്ഞിനോട് ഏത് അർദ്ധരാത്രിയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും അവൾ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു അവളുടെ ചെറുപ്പത്തിൽ. അമ്മയും അച്ഛനും മരിച്ച കുട്ടി ഇങ്ങനെ പാടും, ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേ ഇല്ല, കൂട്ടിവെപ്പാൻ ഒന്നുമില്ല, കൂടെ വരാൻ ആരുമില്ല, എങ്കിലും എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട്. എങ്കിലും എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട്. ഈ രാത്രി കരുതലിൻ്റെ ഒരു പർവ്വതം, കരുതുന്ന ഒരു പർവ്വതം ഒന്നുകൂടെ കരങ്ങളടിച്ച് സ്തുതിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളുടെ സകല ഭാരങ്ങളെയും വേദനകളെയും നാളുകളുടെ ആകുലതങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഇറക്കി വെച്ച് പറഞ്ഞ്, എനിക്കായി കരുതുന്നൊരു ദൈവമുണ്ട്, നിൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട്. ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ല അതൊന്നുമേ ഇല്ല, കൂട്ടിവെപ്പാൻ ഒന്നുമില്ല, കൂടെ വരാൻ ആരുമില്ല, പക്ഷേ എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുതുന്ന ഒരു ദൈവമുണ്ട്. കാലം മുമ്പോട്ട് പോകുമ്പോൾ നാം കാണുകയാണ്, ആ രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത് അധ്യായത്തിൽ തിശ്ബയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ വരണം, എന്നിട്ട് നീ പോയിട്ട് പറയണം, ഈ ആണ്ടി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ചെയ്യത്തില്ല. അങ്ങനെ മഞ്ഞും മഴയെല്ലാം നിന്നു. ഏലിയാവ് അങ്ങ് പോയി, മഴയില്ലാതായി. രാജാവ് ഒത്തിരി പേരെ വിളിച്ച് കാണും. എന്തിനാ? മഴ പെയ്യിക്കാൻ വേണ്ടി. മഴ പെയ്യിക്കാൻ വേണ്ടി വന്നവരെല്ലാം പറഞ്ഞു, മഴ പെയ്യിക്കാം, പക്ഷേ താക്കോല് കിട്ടണം. താക്കോല് ഒരാളുടെ കയ്യില്ല. ആരുടെ കയ്യില്ല? ഏലിയാവിൻ്റെ കയ്യില്ല. അവരെല്ലാവരും തപ്പിപ്പോയി, എവിടെ കിട്ടാൻ? പൂട്ടി താക്കോലുമായിട്ട്, സ്വർഗത്തിൻ്റെ താക്കോൽ ഭൂമി നമ്മളിലൊക്കെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, നീ പറയുന്ന പോലൊക്കെ നടക്കത്തില്ലേ? പൂട്ടി താക്കോലുമായിട്ട് ഈ ദാസനങ്ങ് പോയി, ഇനി തുറക്കണമെങ്കിൽ താക്കോല് കിട്ടണം. തപ്പി നടക്കുക. ഒടുവിൽ കണ്ടുമുട്ടിപ്പം പറഞ്ഞു, നീയാണ് കഷ്ടപ്പെടുത്തുന്നവൻ. ഞാനല്ല, നീയാ കഷ്ടപ്പെടുത്തുന്നവൻ. ഒടുവിൽ കർമ്മേലിൻ്റെ പർവ്വതത്തിൽ അവരെല്ലാം കൂടെ കൂടി ബാലിൻ്റെ 450 പ്രവാചകന്മാർ വന്ന് ശക്തരായി നിൽക്കുകയാണ്. ഇവിടെ പ്രവാചകൻ ഒറ്റയ്ക്കാണ്. ഒരു കാര്യം ഓർത്തോണേ, ആ ഭൂമിയിൽ എന്നും പോരാട്ടത്തിൽ പ്രവാചകൻ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരും. പക്ഷേ ആ പോർക്കളത്തിൽ പോരാട്ടത്തിൽ അവർക്ക് സമയം കൊടുത്തു. ഉച്ചവരെ അവർ വലിയ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ ഈ പ്രവാചകൻ പറയുന്നുണ്ട്, ഉറക്ക വിളിക്ക്. അദ്ദേഹം വിളിക്ക് പോയിരിക്കുകയായിരിക്കാം, ഉറങ്ങുകയായിരിക്കാം, ഉണർത്തിക്കേ. കാരണം ഇച്ചിരി ഒരു കളിയാക്കൽ അതിനകത്തുണ്ട്. ഒടുവിൽ താനും അതെല്ലാവരുടെയും പരാജയപ്പെട്ടപ്പോൾ 12 കല്ലൊക്കെ എടുത്ത് ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം യാഗപീഠമൊക്കെ ക്രമീകരിച്ച് കാളയൊക്കെ മുറിച്ച് കിടത്തി ഒറ്റ പ്രാർത്ഥന, ലളിതമായൊരു പ്രാർത്ഥന ഇതായിരുന്നു, ഞാൻ നിൻ്റെ ദൈവമെന്നും ഈ പറഞ്ഞൊക്കെ നീ അങ്ങ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നും ഒന്നിൽ തെളിയിച്ചേക്കണേ. സിമ്പിൾ ഒരു പ്രാർത്ഥന. തീ ഇറങ്ങി. ഒരു കാര്യം ഓർക്കുക, കർമ്മേലിൻ്റെ പോരാട്ടത്തിൽ തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രവാചകനും വിശ്വാസികൾക്ക് എന്നും പോരാട്ടത്തിൻ്റെ ഒരു പർവ്വതത്തിൽ നിൽക്കേണ്ടി വരും. അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പക്ഷെ ഓർത്തോണേ, ഒറ്റയ്ക്ക് നിന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ല. തീ ഇറക്കുന്ന ദൈവം ഇന്നുമുണ്ട്. തീ ഇറക്കുന്ന ദൈവം ഇന്നുമുണ്ട്. വിശ്വാസ ജീവിതം ഒരു പോരാട്ട ജീവിതം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി തകർന്ന കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ, ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ പോരാടി നിൽക്കേണ്ടി വരും. ഒത്തിരി തകർച്ചകളുടെ വീട്. പക്ഷെ ഒരാൾ വിശ്വാസത്തോടെ ആത്മനിറവോടെ നിൽക്കാനുണ്ടെങ്കിൽ ഒറ്റയാളിലൂടെ ആ കുടുംബത്തെ ഉദ്ധരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കഴിയും. പോരാട്ടത്തിൽ പതറാതെ നിൽക്കണം. ശുശ്രൂഷ ചെറിയൊരു കാര്യമല്ല, സഭാ ശുശ്രൂഷ ചെറിയൊരു കാര്യമല്ല. ചില ദേശമൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ വല്ലാതെ പോരാടി നിൽക്കേണ്ടി വരും. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ
കടന്നുപോയ പാതകൾ കേട്ടിട്ട് പോലും എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഞാനും അങ്ങനെയുള്ള ഏതാണ്ട് ചില ഭാഗങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട് വന്നൊരു സഹോദരി അവിടെ കൊച്ചു ടെൻറ്റിനകത്ത് യോഗം നടക്കുമ്പോൾ ഓടിക്കേറി വന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഹോളിനകത്തം കത്തിച്ചു. മണ്ണെണ്ണ ഒഴിച്ച് ഹോളിനകത്ത് കത്തിത്തീരുക. നോക്കി പിന്നെന്താ വാരിക്കുക? പോരാട്ടം. പക്ഷേ പോരാട്ട ഭൂമിയിൽ ഇതൊക്കെ സംഭവിച്ചാലും ഒറ്റയ്ക്ക് നിന്നാലും തീ ഇറക്കുന്ന ദൈവമുണ്ട്. ഇന്നവിടെ വലിയൊരു പ്രവർത്തനമുണ്ട്. ഒത്തിരി ആത്മാക്കൾ കൂടി വരുന്നു. എന്താ കാര്യം? ദേശത്തിൻ്റെ ആ അവസ്ഥകളൊക്കെ മാറി കർത്താവിൻ്റെ ദാസൻ അവിടെ അംഗീകരിക്കപ്പെട്ടു, മാനിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു, ആത്മാക്കളെ നൽകി. ഒറ്റ കാര്യം, പക്ഷേ എല്ലാവരും പോരാടിയാ വളർന്നു വരുന്നേ. ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വന്നാലും ഒരു കാര്യം മറക്കരുത്, കർമ്മയില്ല ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. കരങ്ങളടിച്ച് സ്തുതിച്ച് ഈ രാത്രി ചില വീടിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടി ഭർത്താവ് ചിലപ്പോൾ അത്രയും ആത്മീയതായിരിക്കത്തില്ല, മക്കൾ കാണത്തില്ല, അമ്മ ഒറ്റയ്ക്ക് ഇന്ന്, അച്ഛൻ ഒറ്റയ്ക്ക് ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്ര കാലമാണ് ഞാനിങ്ങനെ ഉപവസിക്കേണ്ടത്, എന്തുമാത്രം പോരാടണം, മടുക്കരുത്. ഈ പോരാട്ട ഭൂമിയിൽ നിനക്ക് വേണ്ടി തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ഉപവാസം കുറയ്ക്കരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, അർദ്ധരാത്രി പ്രാർത്ഥന കുറയ്ക്കരുത്, യാമപ്രാർത്ഥന കുറയ്ക്കരുത്. എഴുന്നേറ്റിരുന്ന് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. അൾട്ടിമേറ്റ് ജയം കർത്താവ് നമുക്ക് തരും. എല്ലാവരും സ്തുതിച്ചേ, അല്പസമയം എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. വന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തീയിറക്കുന്ന ഒരു ദൈവം ഇന്നുമുണ്ട്. ഞാൻ പലയിടത്തും പങ്കുവെച്ചിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു ജീവിതാനുഭവം വീണ്ടും വന്ന് ഈ ഒരു സാഹചര്യത്തിൽ പറയണം തോന്നി. പോരാട്ട ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഒരു രാത്രി ഞാനത് പലയിടത്ത് പങ്കുവെച്ചിട്ടുണ്ട്. ഒരു രാത്രി ഒരമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇന്നേക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ രാത്രി ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 11 മണി അടുത്ത ആ ഒരു സമയത്താണ് അവർ പ്രാർത്ഥിക്കാൻ വരിക. ദൂരെ നിന്നാണ് വരിക. അവർ അക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടൊരു കുടുംബമാണ്. അവിടെ അമ്മയ്ക്കൊരു വിഷാദത്തിൻ്റെ പ്രയാസം. ആരോ പറഞ്ഞ് ഇങ്ങനെയൊരു ദൈവദാസനുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ. എൻ്റെ പിതാവൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ അവിടെ വന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ അവർക്കൊത്തിരി സുഖം ലഭിച്ചു. അവർ ചിരിച്ചു, അവർ ഭക്ഷണം കഴിച്ചു, അവർ ജലപാനം നടത്തി. അങ്ങനെ അവരുടെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായി. ആ സഹോദരി അമ്മ ചോദിച്ചു, ഞാനിന്ന് രാത്രി എനിക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ ചെന്നാൽ എനിക്ക് പേടിയാണ്. ഞാൻ ഈ പാസനേജ് എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നുന്നു, ഞാനിവിടെ കിടന്നോളം പറഞ്ഞു. ആ അമ്മ അവിടെ കിടന്നു. മക്കളെല്ലാം തിരിച്ചുപോയി. ഒരു സമൂഹം ആരെയും കൊണ്ട് വന്നത്. അവിടെ മക്കളും മരുമക്കളും ഭർത്താവും എല്ലാം അവരെല്ലാം തിരിച്ചുപോയി. ശാന്തമായി അമ്മ അവിടെ കിടന്നു. അർദ്ധരാത്രിയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്മ ഉറക്കമാണ്. ഇടയ്ക്ക് എപ്പോഴും എൻ്റെ ഭാര്യ നോക്കിയപ്പോഴൊക്കെ ആ അമ്മ ഉറക്കമാണ്. വെളുപ്പിനെ കുഞ്ഞുങ്ങളെ വിടാൻ വേണ്ടി എഴുന്നേറ്റ് എൻ്റെ ഭാര്യ, ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത്. ചെന്ന് നോക്കുമ്പോൾ അമ്മ ഉറങ്ങുന്നു. അവളെ കുറച്ച് കഴിഞ്ഞ് ചായയുമായിട്ട് അമ്മച്ചി ചെന്ന് വിളിക്കാൻ നോക്കിയപ്പോൾ ആ ഇച്ചയി അവിടെ ഇല്ല. അവിടെ എവിടെയെങ്കിലും കാണും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു, ഇച്ചയി അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു മുറ്റത്ത് എവിടെയെങ്കിലും കാണും. മുറ്റത്തെല്ലാം നോക്കി ഇച്ചയില്ല. അപ്പോൾ എനിക്കും പേടിയായി, ഇച്ചയില്ല. ഓടിപ്പോയി മുക്കിനും മൂലയിലും ബസ് കയറുന്ന കവലിലും എല്ലാം നോക്കി, ഇച്ചയില്ല. പെട്ടെന്ന് സഹോദരന്മാരെ എല്ലാം വിളിച്ച് കുഞ്ഞുങ്ങളെല്ലാം വന്നു. എല്ലാവരും പടപടപടപടാന്ന് ഓടാൻ തുടങ്ങി. ടൗണിൽ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, എല്ലായിടത്തും നോക്കി, ഇച്ചയില്ല. കുറച്ച് കഴിഞ്ഞ് പുറകെ ഫസ്റ്റ് ബസ് പോയതിൻ്റെ പുറകിലെല്ലാം ഞങ്ങൾ പോയി നോക്കി, എങ്ങുമില്ല. ഉച്ചയാകാറായി. ഒരു 9-10 മണിയായപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. എൻ്റെ അപ്പ ഇങ്ങനെ ചാരുകസേര കിടക്കുക. ആ വന്നപ്പോൾ ആ ചേച്ചിയുടെ ഭർത്താവ്, പ്രായമുള്ളൊരച്ഛൻ, തന്നെത്താൻ ഇടിച്ചുകൊണ്ട് വലിച്ച് വെച്ച് ഇടിച്ച് കൊട്ടയാൻ ഒരു മനുഷ്യൻ കസേരയുടെ കാൽക്കലോട്ടങ്ങ് വീടി. എൻ്റെ പൊന്ന് പാസ്റ്ററേ, എനിക്ക് എൻ്റെ ഭാര്യയെത്താ, എൻ്റെ വസ്തു മുഴുവൻ എഴുതിത്തരാം, എന്തിനാ അവളെ പാത്തു വച്ചേക്കുന്നത്? എൻ്റെ ഭാര്യ എന്തിനാണ് നിങ്ങൾ പാത്തു വെച്ച്? അവരെ എനിക്ക് കിട്ടിയേ ഒക്കത്തുള്ളൂ. ഞാൻ എനിക്കുള്ളതെല്ലാം തന്നേക്ക്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ ഭാര്യ മതി. നിസ്സഹായരായി കേൾക്കാനേ ഒക്കുന്നുള്ളൂ. ബന്ധുക്കൾ വരുന്നു, സുഹൃത്തുക്കൾ വരുന്നു, അവിടെ ആൾക്കാർ വരുന്നു. എല്ലാവരും അക്ഷമരായി നോക്കി നിൽക്കുക. ഏത് നിമിഷവും ഇത് മാറും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പം CI സാറ് പറഞ്ഞു, നമുക്കിപ്പം തൽക്കാലം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കാം, നോക്കാം കിട്ടുമോന്ന്. ഇത് ഭയങ്കര വിഷയമാകല്ലോ. എന്നാൽ ലോക്കൽ TV ഒരു ആഡ് കൊടുക്കാം. സുഹൃത്ത് പറഞ്ഞ് ഇപ്പം ചെയ്യണ്ട, ഇത് വലിയ വിഷയമാകും. കാരണം തലേ രാത്രി അക്രൈസ്തവയായ ഒരമ്മയെ പാസനേജ് പ്രാർത്ഥിക്കാനാക്കിച്ചിട്ട് പോയിട്ടപ്പം കാണുന്നില്ലെന്ന് പറഞ്ഞ എല്ലായിടത്തും തപ്പാൻ മക്കൾ പോയി. ഞാൻ ഹോളിൽ പോയി. കെട്ടിയടയ്ക്കാത്തൊരു ഹോള്, അന്ന് പരിപരുത്ത തറ കമന്ന് അവിടെ കിടന്നു. തമ്പുരാനെ, മുറ്റം നിറച്ച അവരുടെ ആൾക്കാരാ. ഏത് നിമിഷവും രൂപം മാറും, ഭാവം മാറും.
ഇപ്പോൾ അവർ ശാന്തരാ. ഒരു ആഴക്കടലിൻ്റെ കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ശാന്തത പോലെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. പക്ഷേ ഈ ചെയ്യെ കിട്ടാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ഞാൻ അവിടെ കമന്നവിടെ കിടന്നു. ഇടയ്ക്ക് ഭാര്യ വന്ന് ചോദിച്ച് കാപ്പിയോ വല്ലതും വേണോ? വേണ്ട. ഒരു ഉച്ചയാകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ ഞങ്ങളുടെ കുടുംബമുണ്ട്, അവർ കിണറുണ്ട്, ആ കിണറ്റിൽ ആരോ കിടപ്പുണ്ടെന്ന് പറയുന്നു. വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞ്, ഇച്ചയ്യ കിണറ്റിൽ കിടപ്പുണ്ട്, ചത്തിട്ടില്ല, ഒരു പോച്ചയെ പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ 1.5 ആ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ഒരു പോച്ചയെ പിടിച്ച് ഇങ്ങനെ വിറച്ച് നിൽപ്പുണ്ട്. ഫയർഫോഴ്സ് വന്നു, ഈ ചെയ്യെ പുറത്തെടുത്തു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയ ചെയ്? ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീ റോഡിൽ നിന്ന് വിളിച്ച പോലെ തോന്നി. ബാ 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 ബാ. അവിടെ പുറകെ പോയി അവർ ആ കിണറിൻ്റെ അവിടെ ചെന്നിട്ട് വിളിച്ചു ബാ ബാ ബാ. ഈ സഹോദരി അവിടെ ചെന്നപ്പോൾ അവർ കിണറ്റിൻ്റെ അകത്തിറങ്ങിയിരുന്ന് വിളിച്ചു ബാ ബാ ബാ. ഏത് പോരാട്ടം എവിടുന്ന് വന്നാന്ന് അറിയത്തില്ല. ഏതായാലും വിളിച്ചതിൻ്റെ പുറകെ പോയി അവരെടുത്ത് ചാടി എന്നാണ് അവർ പറഞ്ഞത്. പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വന്നു, ബന്ധുവീട് സന്ദർശിക്കാൻ പോയ ഇന്നടത്ത് ഇന്നാര് കാലുവെടുത്തി കിണറ്റി വീഴുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒന്നും സംഭവിച്ചില്ല. ആ വാർത്തയിൽ അത് ഒതുങ്ങി. ഇല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു. ദുരൂഹ സാഹചര്യം, പാസ്റ്റർ അറസ്റ്റിൽ. ദൈവമേ, ഉണ്ടായില്ല. പക്ഷേ ആ ഒരു 5-6 മണിക്കൂർ കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 5-6 മണിക്കൂർ കിടന്നത്. പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്നും ഒരു കാര്യം മറക്കണേ, കർമ്മയിലിറങ്ങിയ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കർമ്മയിലിറങ്ങിയ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. എല്ലാവരും സ്തുതിച്ച് എന്ന് കരങ്ങളടിച്ചെന്ന് ആരാധിച്ച്. പോരാട്ട ഭൂമിയിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നരുത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്, സ്വർഗത്തിൻ്റെ സൈന്യമുണ്ട്, ദൂതസഞ്ചയങ്ങളുണ്ട്. അശുർപാളയത്തിലിറങ്ങിയ ദൂതൻ റബ നഗ ദിന ശകന ഹതന റിഗന രബന. എല്ലാവരും അല്പസമയം സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. പോരാട്ടത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും നാം ഒറ്റയ്ക്കല്ല, നമുക്ക് വേണ്ടി തീ ഇറക്കുന്നൊരു ദൈവമുണ്ട്. അടകന ശബന ഹതന റിഗന അംധന രഗന ശകന റിഗ രഗ ധന ഹതന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാട്ടത്തിൻ്റെ ഒരു മല, പക്ഷെ തീ ഇറക്കുന്നൊരു ദൈവം. മുമ്പോട്ട് പോകട്ടെ. ഇനി ഒരു മല, ഗാഗുൽത്ത മല. എന്താണ് ഗാഗുൽത്ത മലയിൽ കാണുക? മൈക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. മനുഷ്യരെല്ലാം പാപികളായത് ഏകലംഘനത്താൽ. പാപത്തിന് ശേഷം മക്കളുണ്ടായതുകൊണ്ട് മക്കൾക്കും പാപ സ്വഭാവം കിട്ടി. നാം ഇന്ന് പാപം ചെയ്ത് പാപിയാകിയല്ല, പാപി ആയതുകൊണ്ട് എന്ത് ചെയ്യുക? പാപം ചെയ്യുക. മക്കളെ, കട്ട് കള്ളനാകുകയാണോ? കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനാകുകയാണോ? കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനാകുകയാണോ? കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കുഞ്ഞുങ്ങളെ, കട്ട് കള്ളനാകുകയാണോ? കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനായതുകൊണ്ട് കട്ട് കള്ളനാകുക എന്നുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. ആരുമില്ല. കള്ളനായതുകൊണ്ട് കട്ടാന്നുള്ളൊരു കൈ പൊക്കിക്ക്. അതാ അതിൻ്റെ സത്യം. കള്ളനായതുകൊണ്ടാണ് എന്ത് ചെയ്തേ? കട്ടപ്പളെ നമ്മൾ അറിഞ്ഞുള്ളെങ്കിലും അകത്തെല്ലാവരുടെയും അകത്ത് എന്തോ കിടപ്പുണ്ട്? കള്ളത്തരം കിടപ്പുണ്ട്. ഒരു കള്ളത്തരം എല്ലാവരുടെയും അകത്തില്ലേ? ഇല്ലേ? ഇല്ലേ? ആ, ഉണ്ട്. എല്ലാവരുടെയും അകത്തില്ലേ? അതിനല്ലേ ഓരോരുത്തർ ഫോൺ ചെയ്തിട്ടിട്ട് ആരാ വിളിച്ചെന്ന് ചോദിച്ചാൽ എന്നോട് എൻ്റെ മോൻ പറയാം, ഞാൻ പപ്പായെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ, അവനാരാ മോൻ? ആ പയ്യ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പം വിളിച്ചാലും അവൻ ബിസി. അവൻ പറയുന്നത് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചാൽ കോള് വരണ്ടേന്ന് അറിയാനുള്ള പൊട്ടനാണ് ഞാനെന്ന് അവനറിയത്തില്ല. എന്നാലും എൻ്റെ മോനെ, എല്ലാവർക്കും എന്തോ അറിയാം. ചെറിയ പണ്ടത്തെ പിള്ളേരൊക്കെ ഇറക്കുമായിരുന്നു, ഐഡിയക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ എന്തെല്ലാം കള്ളത്തരങ്ങൾ. ഇതെല്ലാം കള്ളത്തരമാണ്. എന്തുകൊണ്ടാണ് കള്ളനായെന്ന് ചോദിച്ചാൽ, പണ്ടൊരു കുഞ്ഞ് എല്ലാ ദിവസവും പേന മൂട്ടിക്കുക. മക്കളെ, മോഷണം ഒരു കലയാണെന്നവൻ തെളിയിച്ചു. എല്ലാ പേനയും മൂട്ടിച്ച് പിള്ളേരുടെ കയ്യിലൊന്നും പേനയില്ല. അവസാനം പേരൻസ് കംപ്ലൈൻറ്റ് ചെയ്തു. ഈ കൊച്ചൻ്റെ അപ്പനെ സ്കൂളുകാർ വിളിച്ചു വരുത്തി. അപ്പം വലിയ ഗവൺമെൻറ് ഓഫീസറാണ്. വന്നപ്പോൾ സാറന്മാർ വഴക്ക് പറഞ്ഞു, മോശമല്ലേ, പിള്ളേരുടെ എല്ലാം പേന മൂട്ടി കംപ്ലൈൻറ്റ് കൊണ്ടിരിക്കാൻ വയ്യ. ഇറങ്ങി വന്നപ്പം മോൻ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൻ ഉടനെ ചോദിച്ചെന്ന്, എൻ്റെടാ നീ എന്തിനാടാ സ്കൂളിൽ നിന്ന് പേന അടിച്ചു മാറ്റിയത്? എടാ, എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോടാ, പേന വേണമെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അപ്പൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റി. മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന് അടിച്ചു മാറ്റി. യഥാ പിതാ തഥാ സുത, യഥാ മാതാ തഥാ പുത്രി. ചിലപ്പോഴും നമ്മുടെ ഈ പിള്ളേർ കിടന്ന് വിറയ്ക്കത്തില്ല, ഇങ്ങനെ വിറയ്ക്കത്തില്ലേ? വിറയ്ക്കുമ്പോൾ ചെല്ല് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ആ ചത്തുപോയ മാവി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, അവരുടെ ആ മൂക്ക് വിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ഭൂതം കയറിയാന്ന്. ഭൂതമൊന്നും അല്ല,
യഥാ മാതാ തഥാ ആ മാവിയെ പോലെ അനന്തരത്തി. കണ്ടിട്ടില്ലേ അതുപോലെ കാണിക്കും. നമ്മുടെ അമ്മ കാണിക്കുന്ന പോലെ. ചില പിള്ളേർ കണ്ടിട്ടില്ലേ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് കോളറെ കുലുക്കുന്നത്, അവരുടെ അപ്പനും അതുപോലെ കുലുക്കും. അങ്ങനെയാണ്. യഥാ മാതാ തഥാ പുത്രി, യഥാ പിതാ തഥാ സുത, യഥാ രാജ തഥാ പ്രജ, യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. നമ്മുടെ ചില വിശ്വാസികളെല്ലാം തന്നെ ഇപ്പോഴും എനിക്ക് കാണാം. യോഗത്തിൻ്റെ ഇപ്പം കണ്ടിട്ടില്ലേ നിലത്തിരുന്നിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ ആടുന്ന കത്തോലിക്കരെ കണ്ടിട്ടുണ്ടോ? പക്ഷെ പെന്തക്കോസ്ത് സഭയെ മിക്ക സഹോദരിമാരും മിക്ക ഭാഷമാരും സ്തോത്ര സ്തോത്ര ഇങ്ങനെ ആടും. എന്താ കാര്യം ചോദിച്ചാൽ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ഹല്ലേലൂയ ആടുന്ന ഭാഷയുടെ വിശ്വാസി എന്തു ചെയ്യും? ആടിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. അങ്ങനെ പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും പാപം ചെയ്തു. ഇനി പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. മരണം വേട്ടയാടി. ഇനി മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? നിയമം കൊടുത്താണ് ന്യായപ്രമാണം. സുവിശേഷത്തിൻ്റെ കാതലായ സത്യം ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണം കൊടുത്തു. നിയമം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? നിയമം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? നിയമം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാൻ. പക്ഷേ നിയമം അനുസരിച്ചില്ലെങ്കിൽ അതെന്താകും? ശിക്ഷയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കണമെന്നുള്ളത് രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാൻ. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും. സിമ്പിളാണ്. ഞങ്ങളുടെ റാന്നിയിൽ പോലീസ് ബൈപ്പാസ് ചെയ്യുന്ന വണ്ടി ചെക്കിങ് നടത്തുക. ഒരു പാസ്റ്റർ വന്നത് വഴി ഇന്ന് നടന്ന സംഭവമാണ്. പാസ്റ്റർ വന്നപ്പം പുള്ളി ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ചെന്നിട്ട് സാറിനോട് പറഞ്ഞു, സാർ ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ പെട്ടെന്ന് ധൃതി വെച്ച് പോവുകയായിരുന്നു സാർ. SI സാറ് പറഞ്ഞു, സാറ് പാസ്റ്റർ അവിടെ നിന്നേ. എൻ്റെ പൊന്നു പാസ്റ്റേ, നമ്മുടെ ഈ രാജ്യം നഷ്ടപ്പെടണമെങ്കിൽ പാസ്റ്റർമാർ വേണം. മദ്യപാനവും എല്ലാം അങ്ങ് കൂടുക. പക്ഷേ പാസ്റ്ററെ പോലുള്ളവർ പ്രസംഗിച്ചാലേ മനുഷ്യർക്ക് പാപബോധവും നീതിബോധവും ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എൻ്റെ പൊന്നു പാസ്റ്ററെ, കഴുത്തിന് മീതി തലയുണ്ടല്ലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർക്ക് തല വേണമെന്നുള്ളത് സമൂഹത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് എല്ലാവർക്കും 500, പാസ്റ്റർക്ക് 700. എന്താ കാര്യം ചോദിച്ചാൽ പാസ്റ്റർക്ക് തല വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പം ഒരു കാര്യം, രക്ഷാകാരണമായ നിയമം നമുക്ക് എന്തായിട്ട് മാറി? ശിക്ഷാകാരണമായിട്ട് മാറി അല്ലേ? നമ്മളോട് ദൈവം പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നീ എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കണം എന്ന് പറഞ്ഞാൽ വേർക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്? കഴിക്കരുത്. ഗാന്ധിജിയും പഠിപ്പിച്ചു ബ്രെഡ് ഫോർ ലേബർ. പൗലൂസം പറഞ്ഞു കൈകൊണ്ട് അധ്വാനിക്കാത്തവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് അധ്വാനിക്കണം. വേലയുടെ മഹത്വം വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് മുഖത്തെ വേർപ്പോടെ നീ എന്ത് ചെയ്യും? ചുരുക്കത്തിൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? വേർതിരിക്കണം. പക്ഷെ നമ്മളാരും കഴിപ്പ് കുറച്ചില്ല. പക്ഷേ എന്ത് കുറച്ചു? വേർക്കുന്ന കുറച്ച്. കാറേലേസി, വീട്ടിലേസി, അവിടെ AC, എന്തിനേറെ മറ്റേ കൈയടിച്ചൊന്ന് ഹോളിൽ പോയി ആരാധിക്കുമായിരുന്നു. ഇപ്പോൾ ഹോളും എന്തായി? AC ആയി. എല്ലാ ഹോളും AC ആയി. അപ്പോൾ AC ആയപ്പം വേർക്കുന്നേ ഇല്ല. വേർക്കാതിരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ശിക്ഷ കിട്ടി. അതാണ് ഷുഗർ. ചോദിച്ചേ ഒക്കത്തുള്ളൂ. ആരെങ്കിലും കാപ്പി എടുത്താൽ ഉടനെ ചോദിക്കും, വിത്ത് വേണോ? വിത്തവിട്ട് വേണം. വിത്ത് വേണോ? വിത്തവിട്ട് വേണം. വിത്തവിട്ടില്ലാത്ത ഭൂരിപക്ഷം വിത്തവട്ട അല്ലേ? ഭൂരിപക്ഷം വിത്തവട്ട. അപ്പം വിത്തവിട്ടും അങ്ങനെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായി. ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 45 മിനിറ്റ് എങ്ങനെ ചെയ്യണം? കൈ വീശി നടക്കണം. ശരിക്ക് വേർത്താൽ ഇതങ്ങ് മാറും. സത്യമാണ്. അങ്ങനെ വെളുപ്പിനെ നടക്കാൻ ഇറങ്ങിയവർ പേടിച്ച് വരണ്ട് വണ്ടി ഇടിക്കുന്നു. ഞാനൊരു ദിവസം ചെങ്ങന്നൂക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ റാന്നിന്ന് വരിക. അപ്പോൾ എൻ്റെ കൂടെ ഒരു പാസ്റ്റർ വിജയകുമാറുണ്ട്. ജെയ്സൺ പാസ്റ്റർക്ക് അറിയാം അല്ലേ? വിജയകുമാർ പാസ്റ്ററുണ്ട്. ഇന്ന് പവർ മിഷനിലെ ഒരു പ്രെയർ കോർഡിനേറ്ററാണ്. പുള്ളി എന്നെ ബൈക്കിൽ കൊണ്ട് വെളുപ്പിലത്തെ ട്രെയിൻ ഇവിടെ കയറ്റി എങ്ങാണ്ട് പോകാൻ വേണ്ടി വരിക. ഞാൻ പുലർക്കാലം കണ്ട വന്ന് കിടന്നിട്ട് ഈ പാസ്റ്റർ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരിക. അവിടെ പോയി അങ്ങ് ഒരുങ്ങി പോകാൻ വേണ്ടി പെട്ടെന്ന് ചാടി പെട്ടിയെടുത്ത് വെച്ച് പോരുക. ഞാൻ വണ്ടിയുടെ പുറകിരുന്ന് ഉറങ്ങിയപ്പം പുള്ളിക്കാരനോട് പറഞ്ഞു, എൻ്റെ അച്ചാച്ച ഉറങ്ങരുത്, ഉറങ്ങിയ അച്ചാനും വീഴും ഞാനും വീഴും. ബൈക്ക് കാറല്ല, ഇത് ബൈക്കാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ ഉറക്കം താങ്ങാൻ വയ്യ, നീ ഒരു കാര്യം ചെയ്യും, എവിടെങ്കിലും ഒരു റോഡിൽ പൈപ്പ് കണ്ടാൽ നിർത്തിയേക്കാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ വരുമ്പോൾ കോഴഞ്ചേരി റൂട്ടിൽ ഒരാൾ നടന്നു വരുന്നു. രാവിലെ കൈയൊക്കെ വീശി നടക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്യുകയും റോഡിലൊരു പൈപ്പ് കണ്ടു. പുള്ളി പറഞ്ഞു, താണ്ടെ പൈപ്പേ, ഒറ്റ ചവിട്ട്. ഞാൻ മുണ്ടൊക്കെ മടക്കി കുത്തി വെളുപ്പാങ്കാലത്ത് ബൈക്കിൻ്റെ പുറകെ ഇരിക്കുക, ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്. ചാടി ഇറങ്ങി ഈ മനുഷ്യൻ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഓട്ടം. അയ്യോ എന്നെ ഓട്ടം ഓടിയേ. കാരണം പുള്ളി ഓർത്താറുണ്ട് കൊട്ടാശൻ്റെയും തപ്പിയോ ഒരു ഓട്ടം ഓടി. ഇപ്പോഴും ഉറക്കം വരുമ്പോൾ അതൊന്നും ഉറക്കം എന്തൊരു ഓട്ടമായിരുന്നു. പേടിച്ച് വരുന്നുണ്ട് എല്ലാവരും ഈ നടക്കാൻ പോകുന്നത്. കാരണം ഒന്നീ പട്ടി കടിക്കും, അല്ലേ പണ്ടി. എന്നിട്ടും പോവുക. എന്താ കാര്യം? വേർക്കണം. അപ്പം മുഖത്തെ തെറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഈ ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്തു. അതാണ് ശിക്ഷാവധി. പക്ഷേ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്.
എല്ലാ ലോകകോടതിയും ശിക്ഷ ഇവിടെ കൊണ്ട് തീരും. പക്ഷെ ദൈവകോടതിയുടെ പ്രശ്നം മരിച്ചാലും പൊക്കിയെടുത്ത് കൊണ്ട് നിർത്തും. ബാക്കി എല്ലായിടത്തും മരിച്ചു തീർന്നു. 40 വർഷം കഠിന തടവ്, 20 വർഷം മരിച്ചുപോയി, അടുത്ത 20 വർഷം മൊബൈൽ മോർച്ചറി വെക്കുമോ? ഇല്ല. അപ്പോഴേ ശിക്ഷ തീർന്നു, ചത്തപ്പം ശിക്ഷ തീർന്നു. ദൈവകോടതി അങ്ങനെയല്ല നാട്ടാരെ, മരിച്ചാലും പൊക്കി എടുത്തുകൊണ്ട് നിർത്തും. പ്രകൃതി മുഴുവൻ തെളിവ് നൽകും, ഒന്നും രഹസ്യമായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവീതിയും ദൈവം മനുഷ്യർക്ക് എന്ത് ചെയ്തിരിക്കുക, വെച്ചിരിക്കുകയാണ്. മറന്നു പോകരുതേ. ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ദൈവം ശിക്ഷ കഠിനമാക്കി. അതാണ് ശാപം വരുമെന്ന് പറഞ്ഞത്. ശപിക്കുമെന്ന് പറഞ്ഞത് ഒരിക്കലും ശപിക്കാൻ വേണ്ടിയല്ല കേട്ടോ. ദൈവം ശപിക്കുന്ന ദൈവമല്ല. പിന്നെ എന്തിനാ ശാപം വരുമെന്ന് പറഞ്ഞത്? മക്കളെ മനുഷ്യർക്ക് ഇഷ്ടമാണ്. മനുഷ്യരെല്ലാം കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ നിങ്ങളെന്നെ എന്താ ചെയ്തു, നിങ്ങളെനിക്ക് എന്നാ തന്നു എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാ കൊടുത്തേ? വേറെ ആർക്കെന്തോ കൊടുത്തെന്നാണ് ഈ പറയുന്നത്. കഷ്ടപ്പെട്ടതെല്ലാം ഈ മക്കൾക്ക് വേണ്ടിയാണ് അല്ലേ? മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി മക്കൾക്ക് വേണ്ടി ജീവിച്ചവർ അത് കഴിഞ്ഞ് ആർക്ക് വേണ്ടി ജീവിക്കുക? കൊച്ചു മക്കൾക്ക് വേണ്ടി ജീവിക്കുക. എന്നിട്ട് അവർ സാക്ഷ്യം പറയുക, കരഞ്ഞോണ്ടാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ വാഗ്ദത്തം നിറവേറി, അടുത്ത ആഴ്ച ഞാൻ ഓസ്ട്രേലിയയ്ക്ക് എൻ്റെ കുഞ്ഞ് കൊണ്ടുപോവുക. സത്യത്തിൽ സ്നേഹം കൊണ്ട് കൊണ്ടുപോകല്ല, കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോവുക. ആരോഗ്യമില്ലാത്ത ഒരൊറ്റ അമ്മയെ കൊണ്ടുവച്ചാൽ അവിടെ വെച്ചാണ് വല്ലതും പറ്റിപ്പോയ വലിയ പാടാ ഇല്ല. നിങ്ങളോട് സ്നേഹക്കൂട് കൊണ്ടുപോകല്ല കേട്ടോ. ആയെക്കാട്ടിലും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കൊണ്ടുപോവുക. അതതിൻ്റെ സത്യം. എന്നാലും സന്തോഷമാണ്. നമ്മളല്ലേ കൊച്ചിനെ നോക്കേണ്ടത്, കൊച്ചിനെ. അതുകൊണ്ടാണ് ഈ വല്യപ്പനും വല്യമ്മയും പിള്ളേരെ വളർത്തരുതെന്ന് പറയുന്നത്. എന്താ കാര്യം? പിള്ളേരെ അടിക്കത്തില്ല. അടിക്കുമോ? ഇല്ല. പക്ഷേ നമ്മുടെ പിള്ളേരെയോ ഒത്തിരി അടിക്കും. എൻ്റെ അപ്പൻ്റെ അടി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നറിയാം? മക്കളെ ഇങ്ങനെയൊന്നും അല്ല അടിക്കുന്നേ. നിങ്ങളൊന്നും അടി കണ്ടിട്ടില്ല. എന്നെയൊക്കെ ആണെങ്കിൽ നിക്കറൊക്കെ ഊരിയിട്ട് എണ്ണ ചൂടാക്കി തേച്ച് സമർത്ഥമായി വടിയൊക്കെ വെട്ടി എത്ര ആഘോഷമായിട്ടൊക്കെ അടിക്കുന്നത്. അല്ലാതെ ചുമ്മാ ദേഷ്യം വരുമ്പോൾ ഒരു കൊട്ടൊന്നും അല്ലായിരുന്നു. ആ അടിയൊക്കെ കിട്ടിയാൽ നമ്മളിങ്ങനെ നിന്ന് തുള്ളുമായിരുന്നു. ആ അപ്പൻ എനിക്ക് പിള്ളേരുണ്ടായപ്പോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല. ഒരിക്കൽ ഞാൻ മോളെ പിടിച്ചപ്പോൾ അപ്പൻ പറയും അടിക്കരുത്. ഞാൻ ചോദിച്ചു അതന്നെ ഇവിടെ ഏതാണ്ട് പോലെ എനിക്ക് വരുമെന്ന്. ഞാൻ ചോദിച്ചു എന്നെ അടിച്ചപ്പോൾ ഒരേ ഏതാണ്ടും തോന്നിയില്ല. ഇപ്പോൾ ഏതാണ്ട് പോലെ വരും. അതവിടെ നിൽക്കട്ടെ, ഞാൻ കൊച്ചിനെ തല്ലും, എൻ്റെ കൊച്ചാണെ തല്ലും. ഞാൻ തല്ലിയപ്പോൾ ഇഷ്ടം പുറകിൽ നിന്ന് ഒരൊറ്റ അടി എൻ്റെ കണ്ണും മൂക്കും കൊണ്ട് അടച്ച്. കണ്ണിക്കൂടി ഈച്ച പറയിപ്പം ചിരിച്ചോണ്ടറിയാം. ഒത്തിരി നാളായി ഞാൻ ഓർത്ത് പോകായിരുന്നു. നീ നിൻ്റെ കൊച്ചിനെ അടിച്ചപ്പോൾ എൻ്റെ കൊച്ചിനെ ഞാനും ഒന്ന് അടിച്ചു നോക്കിയാണ്. എന്തോ ഒരു സന്തോഷം. കൊച്ചു കരയുന്ന എന്നാ കാര്യം? വല്യപ്പന്. അപ്പം കൊച്ചുമക്കൾക്ക് ദോഷം വരുന്ന വല്ലതും ചെയ്യുമോ? ഇല്ല. ഇത് കാണാൻ കർത്താവ് പറഞ്ഞത്, തെറ്റ് ചെയ്യരുത്, അധാർമികതകൾ, സഭയെ പ്രശ്നം ഉണ്ടാക്കരുത്, ദൈവദാസന്മാർക്കെതിരെ തിരിയരുത്, ആ മ്ലേച്ഛതകൾ ചെയ്യരുത്, കുടുംബജീവിതത്തിന് പുറത്ത് ബന്ധങ്ങൾ തേടി പോകരുത്, സാധുവിനെ പീഡിപ്പിക്കരുത്, പരദേശിയും വിധവയും അനാഥനെയും ഒന്നും ചെയ്യരുത്. എന്നിട്ട് മാത്രമല്ല പറഞ്ഞ് കൊണ്ടിക്കൂടോത്രം ചെയ്യരുത്. അവരെ ഓടിക്കാനും താൽക്കാലിക ലാഭത്തിനും എന്തെങ്കിലും ചെയ്തു വെക്കരുത്. ചിലർ അതും ഇതുമെല്ലാം കൊണ്ട് വെക്കും. ചെയ്യരുത്. ഇടയ്ക്ക് എന്നെ ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ ഒരു വീട്ടിൽ വിളിച്ചു. കൊച്ചു പെൺകുട്ടി, 5-6 വയസ്സേ ഉള്ളൂ, 6-7 വയസ്സേ ഉള്ളൂ. അവൾക്ക് ഭയം. ഞാൻ ഒരു സത്യക്രിസ്ത്യാനിയായ കുട്ടിയാണ്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ഈ കുട്ടി എന്നോട് പറയാ, ഞാൻ കൽപ്പന ലംഘിച്ചോളാം അമ്മ. ഞാൻ ചോദിച്ചു അതെന്നാ കാര്യം? എൻ്റെ അരയിലൊരു ചരടുണ്ട്. ഞാൻ ചോദിച്ചു ഇത് ആര് തന്ന? അമ്മയോട് അരണ്ട് വന്ന് പറഞ്ഞ് പേടി മാറാൻ ഇത് കെട്ടിയാൽ മതി. പക്ഷേ എനിക്കറിയാം അച്ചാച്ചാ ഇത് കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധം. ആ കുഞ്ഞിന് അത്രയും ബോധമുണ്ടായി. ഞാൻ പറഞ്ഞു കുഞ്ഞെ ആ ചരടിങ്ങത്താ, അവർക്ക് പേടി, ഇനി ഇതെവിടെ കളയും, ഇതെൻ്റെ തന്നു, ഞാനിതിൻ്റെ ഒരു പാസ്റ്റയെ കൊടുത്ത് നീ ഇതെവിടെങ്കിലും കണ്ട കളയാൻ. അവൻ പറഞ്ഞു ആ കടവി ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ആൾക്കാരെ കുളിക്കുന്ന അവിടെ ഇട്ടില്ല. പുള്ളി ഒരു 5-6 കടവിൽ പോയി ഇതിടാൻ അവസാനം കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, കൊണ്ടിക്കൂടോത്രം ഒന്നും ചെയ്യരുതേ. ഇതെല്ലാം കെട്ടിവെക്കാം. അവരെന്നെ ഓടിക്കാൻ, അപ്പുറത്തെ ബിസിനസ്സുകാരനെ ഇല്ലായ്മയാക്കാൻ കൂടോത്രം ചെയ്യുന്നവരെല്ലാം ഓർത്തോണേ. അവസാനം ഇതെല്ലാം തിരിച്ചു വരും. ആർക്ക്? പിള്ളേർക്ക് തന്നെ ശാപമായിട്ട് മാറും. അന്യാരാധനയ്ക്കൊന്നും പോകരുതേ. കർത്താവ് തരുന്ന മതി. താൽക്കാലികമായ പോരാട്ടങ്ങളിൽ ദൈവം കാത്തോളും. അപ്പം നോക്കൂ, ഇതെല്ലാം ശാപകാരണമാകും. ശാപം പേറി മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ഇനി എന്താ വഴി? കർമ്മങ്ങൾ ചെയ്തു. എവിടെ രക്ഷപ്പെടാൻ? വീണ്ടും കർമ്മങ്ങൾ. മനുഷ്യൻ പരാജയപ്പെട്ടു. ഒടുവിൽ അവർ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? ഉത്തരം കർത്താവായ യേശുക്രിസ്തു. ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. മനുഷ്യനായ ദൈവം 30 വയസ്സ് വരെ മാതാപിതാക്കൾ മനുഷ്യനായി. ദൈവം ആരായി? മനുഷ്യനായി. മക്കളെ, ദൈവം ആരായി? മനുഷ്യനായി. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? ദൈവം മനുഷ്യനായതാണ്. എല്ലാം സൃഷ്ടിച്ച ദൈവം ആരായി? മനുഷ്യനായി. നമ്മൾ ചിലപ്പോൾ ഈ ചന്ദ്രനിൽ പോയത് അത്ഭുതം എന്ന് കാണും. അതൊന്നും അല്ല അത്ഭുതം. റോക്കറ്റ് ചൊവ്വായി വരെ പോയെന്ന്, അതൊന്നും അല്ല അത്ഭുതം. ഇപ്പോഴാണ് കലയൊക്കെ കുറഞ്ഞ്. ഇപ്പോൾ എല്ലാം ഈ ഓൺലൈനിലാണ്. മറ്റേ കലാബോധമുള്ള ഒരു തലമുറ, നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി കലാബോധം ഉണ്ടായിരുന്നു. അതിലത്തെ
എല്ലാ കൊച്ചിലെയൊക്കെ കോളേജിലാണെങ്കിലും യൂണിയൻ ഇലക്ഷൻ ആണെങ്കിലും യൂണിയൻ ഉദ്ഘാടനമാണെങ്കിലും ഈ കലയുടെ ആൾക്കാർ വരും. അവരിങ്ങനെ നിരന്ന് നിൽക്കും. നിങ്ങൾക്ക് ഓർമ്മ കാണും, എല്ലാ ഓണത്തിനും പൂരപ്പറമ്പുകളിലും എന്തിനേറെ പെരുന്നാളുകൾക്ക് പോലും മിമിക്സ് പരേഡ്. അപ്പോൾ ഒരേ കാവി ജുബായൊക്കെ ഇട്ട് കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കും, നിരന്ന് നിൽക്കും. അവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ട്, ഓർമ്മയുണ്ടോ? ആ ഐറ്റം ഇതായിരുന്നു. അന്നത്തെ ലോകരാഷ്ട്രങ്ങൾ, ലോകശക്തികൾ ചൈനയില്ല, അന്ന് അമേരിക്കയും റഷ്യയും. അന്നേരം ഇന്ത്യയുടെ ഒരു നയം ഉണ്ടായിരുന്നു, അറിയാമോ? ചേര നയം. അതായത് നമ്മൾ ആരുടെയും ചേരിയല്ലെന്നായിരുന്നു അവർ പറയുക. അന്ന് 2 ലോകശക്തികൾ, അമേരിക്കയും റഷ്യയും. അപ്പോൾ അവർ പറയും, അമേരിക്ക റോക്കറ്റ് വിടുകയാണ്, പോയി. റഷ്യ റോക്കറ്റ് വിടും, പോയി. ഇനിയും നമ്മുടെ ഇന്ത്യ റോക്കറ്റ് വിടുന്നു, താപ്പോട്ട് പോയി. അപ്പോൾ ഇന്ത്യ വിട്ട റോക്കറ്റെല്ലാം എങ്ങോട്ട് പോയി? താപ്പോട്ട് പോയി. കാലം മാറി. നമ്മൾ വിട്ട മംഗളയാനം എവിടെ ചെന്ന്? ചൊവ്വായി ചെന്ന്. എല്ലാം പോവുക. അപ്പോൾ ഇന്ത്യ ഇപ്പം മാറി. ഇനി നമ്മളെ അങ്ങനെ ഒന്നും പറയാതെ, പണ്ടൊരു സ്കൈലാബ് വിട്ടു താഴെ വരുന്നു പറഞ്ഞിട്ട് എന്തോ ബഹളമായിരുന്നു. അപ്പം അതൊന്നും ഇല്ല, നമ്മൾ വിട്ടതെല്ലാം പോയി. പക്ഷേ അതിലൊക്കെ വലിയൊരു അത്ഭുതമുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം താണ്ട് ഭൂമിയിലേക്ക് വന്നു. എന്നിട്ടൊരു കുഞ്ഞായിട്ട് കിടക്കുക. ദൈവം ചെറുതായി. എന്തിനാ ദൈവം ചെറുതായെന്നറിയാമോ? നമ്മുടെ അകത്ത് ഭയങ്കര ഒരു നിത്യത ഇരിപ്പുണ്ട്, സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാനുള്ള നിത്യത. നാം അവിടെ ചെല്ലാൻ വേണ്ടി ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് താണ് വന്നു. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചെറ്റും ഞാൻ കിടന്നു. അവിടെ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചു. അവൻ എങ്കിലേക്ക് ആഞ്ഞ് വന്നു. ദൈവം ചാഞ്ഞ് വന്നു. 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ സ്നാനം വിട്ടു. ഒത്തിരി വർഷം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്തു. 33 തെരുവീസിൽ തന്നെ അറസ്റ്റ് ചെയ്തു. രാത്രി വിസ്തരിച്ചു 3 മതകോടതി, അന്നാസ്, കയ്യഫാവ്, സന്നദ്ധി സംഘം. അത് കഴിഞ്ഞപ്പോൾ 3 രാഷ്ട്രീയ കോടതി, പീലാത്തോസ്, ഹെരോദാസ്, വീണ്ടും പീലാത്തോസ്, അങ്ങനെ 6 കോടതി വിസ്തരിച്ചു. ഒടുവിൽ പീലാത്തോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. മക്കളെല്ലാം പൂരിപ്പിച്ച് ഇവനിലൊരു തെറ്റും കാണുന്നില്ല. നിങ്ങൾ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, ഇസ്ലാം ആകട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, അത് നിങ്ങളുടെ കാര്യം, വ്യക്തിപരമാണ്. എന്നാൽ ഇതിനൊരു മറുപടി പറയാമോ? കോടതി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ബാക്കി പറഞ്ഞേ. അതുകൊണ്ട് ബാക്കി പറ, ഈ കോടതി ഈ പ്രതിയെ വെറുതെ വിടുന്നു. അങ്ങനെയല്ലേ പറയണ്ടേ? പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഈ പ്രതിയെ അടിപ്പിക്കാം. എന്താ കുറ്റം? എന്താ? ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ലാത്തവനെ അടിക്കുമോ? ഇല്ല. അടിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. ഈ മൂത്തതും ഇളയതും കൂടെ അടിയുണ്ടായാൽ മിക്കവാറും ഇളയതാണ് ഈ ചെന്ന് വഴക്കുണ്ടാക്കുന്നത്. അവസാനം കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആരാ? ഇളയത്. അടിക്കുന്ന ആരെയാ? മൂത്തേന്. അപ്പോൾ മൂത്തത് അവസാനം പറയും, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇപ്രാവശ്യം തൊട്ടിട്ടില്ല, എന്നെ അടിച്ചേ, കാര്യമില്ലാതെ എന്നെ അടിച്ചേക്കരുത്. എന്നെ മൂപ്പാൻ കഴിക്കുന്നത് കാര്യമില്ലാതെ എന്നെ എന്ത് ചെയ്തേക്കരുത്, അടിച്ചേക്കരുത്. എന്താ കാര്യം? നമ്മുടെ അകത്തൊരു പൗരബോധം ഇരിപ്പുണ്ട്. കാര്യമില്ലാതെ എന്ത് ചെയ്യരുത്, അടിക്കരുത്. പക്ഷേ ഓരോ അടി കിട്ടുമ്പോഴും ആടിനെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവിടെ നിന്ന് മിണ്ടാതിരുന്നു. എന്തിനാണ്? നമ്മുടെ കുറ്റം അവൻ്റെ മേലായി, നമ്മുടെ ശിക്ഷ അവൻ്റെ മേലായി. നമ്മുടെ ശിക്ഷ ഏകലംഘനത്താൽ എല്ലാവരും പാപികളായെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവർക്കും രക്ഷാകാരണമായ നീതീകരണം വരേണ്ടതിന് അവൻ അറക്കാനിടത്ത് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ മിണ്ടാതിരുന്നു. റോമൻ ചാട്ടകൾ കൊണ്ട് അടിക്കപ്പെട്ടു. അവിടുത്തെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തപ്പെട്ടു. ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഏറ്റവും വലിയ വഴി അവിടുത്തെ മുഖത്ത് തുപ്പി കോലുകൊണ്ടടിച്ചു. എന്നിട്ടും അവർ പറഞ്ഞു, അടുത്തൊരു വഴി പീലാത്തോസ് നോക്കി. പെരുന്നാൾ തോറും ഒരാളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടയക്കും. അതിനവിടെ ഒരു കലഹത്തിൽ പിടിക്കപ്പെട്ട ഒരാളുണ്ട്, ബറബാസിനെ കൊണ്ട് നിർത്തി, യേശുവിനെ നിർത്തി. ആരെ വേണം? ഒരാളെ വിട്ടയക്കാം. അവർ പറഞ്ഞു, ബറബാസിനെ വിട്ടയക്കാം, അവനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. ബറബാസിനെ വിട്ടയക്കണം. ബറബാസ് അർത്ഥം പറയാമോ? ബറിയോന ശീമോനെ. എന്താ അർത്ഥം? ശീമോൻ്റെ മകനെ. അബാസ്, അബ്ബായുടെ മകൻ, അപ്പൻ്റെ മകൻ. അതാണ് അബ്ബാസ്, അബ്ബായുടെ മകൻ. ബറബാസിനെ കൊണ്ട് നിർത്തി, ഏകജാതനായ പുത്രനെ കൊണ്ട് നിർത്തി. ആരെ വേണം? അവർ പറഞ്ഞു, യേശുവിനെ ക്രൂശിക്ക്, അവനെ വിട്ടയക്ക്. ബറബാസിനെ വിട്ടയച്ചു. ഞാൻ ഈ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എല്ലാവരും യേശുവിൻ്റെ പുറകെ പോയി ആക്രോശിച്ചുകൊണ്ട് കുരിശുമെടുത്തുകൊണ്ട് പോവുകയാണ്. എങ്ങോട്ട്? ഗെത്സമനയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ ബറബാസിൻ്റെ പുറകെ ഒന്ന് പോയി. ബറബാസ് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്നപ്പം ബെല്ലടിച്ചു. മോളു, അവൾക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പയാണോ? അപ്പ തന്നെ. അപ്പയാണോ? അവൾ അലച്ചു, അമ്മ, അപ്പ. ബറബാസിൻ്റെ അമ്മ വന്നു. മോനെ കണ്ടു. മോനെ ബറബാസിനെ കെട്ടിപ്പിടിക്കുന്നു. ഭാര്യ വരുന്നു, മക്കൾ വരുന്നു, അയൽക്കാർ വരുന്നു. എന്താ പറ്റിയത്? ബറബാസ് കരയുക. എനിക്ക് എന്താ പറ്റിയെന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പോകേണ്ടവനായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകാൻ വേണ്ടി തുറഞ്ഞപ്പോൾ ഒരാൾ അങ്ങോട്ട് പോയി. ഒറ്റക്കാര്യം എനിക്കറിയാം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല.
അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ കുരിശുമെടുത്ത് നടന്നു പോയപ്പോൾ കുരിശെടുത്ത് മരിക്കപ്പെടേണ്ട നമ്മൾ തിരിച്ച് സ്വതന്ത്രരാക്കപ്പെട്ടു. മാനവലോകത്തിന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാതായനം തുറന്നത് അവൻ അവിടെയൊക്കെ കടന്നുപോയി. കുരിശും നിജ തോളിലേന്തി ഒരുവൻ, കുരിശും നിജ തോളിലേന്തി വെന്മാര കുരിശും ചേർന്ന് പാടാം മക്കളോട് ഒരുമിച്ച്. കണ്ണുകളെല്ലാം ഒന്ന് അടിച്ച്, കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണിൻ. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണിൻ. അവനീശസുതൻ മഹിമോന്നതനാ, അവനീശ്വരരിൽ ബഹുവന്ദിതനാ, അവനീശസുതൻ മഹിമോന്നതനാ, അവനീശ്വരരിൽ ബഹുവന്ദിതനാ, അവനീവിധ മേഴസമാന മുഴന്നതു കാണിൻ. പാപികളാ നരർക്കാ കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണിൻ. അപ്പൊ കുരിശും നിജ തോളിലേന്തി ഒരുവൻ ഗിരിമേലേക്കോട്ട് ഇങ്ങനെ പോയപ്പോൾ ബറബാസ് പുറത്തേക്ക് നടക്കപ്പെടുകയാണ്. ബറബാസ് ആരെ പ്രതികരിക്കുന്നു? നമ്മളെയെല്ലാം, അബ്ബായുടെ മക്കളെ. അബ്ബായുടെ മക്കൾ സ്വതന്ത്രരായത് കുരിശും നിജ തോളിലെടുത്തൊരുവൻ, അവനാ ഈശസുതൻ മഹിമോന്നതൻ, അവൻ നമുക്ക് വേണ്ടി പോയി. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാണ്, ആകാശത്തിൻ്റെ ഭൂമിക്കും നടുക്ക്. രണ്ട് കള്ളന്മാരുടെ നടുക്ക്, ചരിത്രത്തെ രണ്ടായി വിഭജിച്ച് ചരിത്രത്തിന് നടുക്ക്, AD എന്നും BC എന്നും പോരാ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുക്ക് പോരാ. യഹൂദന്മാരെ പിടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശുദാനം അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ യേശു മധ്യത്തിൽ ക്രൂശിക്കപ്പെടുകയാണ്. ക്രൂശിക്കിടന്നുകൊണ്ട് ക്രിസ്തു പറഞ്ഞ വാക്കുകളുണ്ട്. ഏത് മനുഷ്യൻ്റെയും വാക്കുകൾക്ക്, മരണമൊഴികൾക്ക് ഭയങ്കര അർത്ഥമാണ്. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മരണമൊഴികളെടുക്കും. മരണമൊഴി വലിയ അർത്ഥമുള്ളതാണ്. അവിടുന്ന് എന്താ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയാകിയാൽ ഇവരോട് എന്ത് ചെയ്യണേ? ക്ഷമിക്കണമേ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷമ കിട്ടാത്ത മനുഷ്യനാണ്. ഒന്ന്, ക്ഷമിക്കാൻ വയ്യ. 2, അവനവനോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട്. എത്രയോ പേരെ അറിയാം. എൻ്റെ വീടിനെ ഈ പരുവമാക്കിയത് ഞാനാ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാ, ഇത്രയും തകർച്ച ഉണ്ടായത് ഞാൻ മൂലമാ, എൻ്റെ അപ്പനെല്ലാം ചെയ്തിട്ടും ഞാനാണ് നശിപ്പിച്ചത്. അതിൻ്റെ കുറ്റബോധം. അവനവനോട് ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യനും അവരനോട് ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യർക്കും ക്ഷമ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, കുരിശിൻ്റെ സ്ഥലം. അതുകൊണ്ടാണ് ഇന്ത്യൻ മഹാനുഭാവൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പം ഒരു സാധു മിഷണറി ഇങ്ങനെ ചോദിച്ചു. ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ ഒരു കഥാപാത്രത്തെ കൊണ്ട് നിർത്തുകയാണ്. അവൾ പറയുന്നു, മുഴുവൻ രക്തക്കറകൾക്കും എൻ്റെ അറബിയിലെ സുഗന്ധദ്രവ്യങ്ങൾക്ക് എൻ്റെ കയ്യിലെ രക്തക്കറ കഴുകാൻ കഴിയുമോ? ഞാൻ എന്ത് ചെയ്യണം? ഈ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ജോസഫ് പാറ്റ്കർ, അവക്കെന്ത് ശിക്ഷ കൊടുക്കണം? മഹാനുഭാവൻ പറഞ്ഞു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം,
തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കട്ടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തമുണ്ട്. ഇന്ന് രാത്രി കുരിശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന രക്തം പടയാളി വന്ന് അവൻ്റെ ചങ്ക് കുത്തി തുറന്നു. രക്തവും വെള്ളവും ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. ഏത് പാപി അടുത്ത് വന്നാലും അവൻ്റെ രക്തത്തിൽ പാപമോക്ഷമുണ്ട്. പാപക്കറകൾ കഴുകപ്പെടും. തീർന്നില്ല. അടുത്തത് അവിടുന്ന് പറഞ്ഞു, അവിടുത്തെ കുരിശിൻ്റെ മുകളിൽ കുറ്റം എഴുതി വെച്ചു. എന്താ കുറ്റം? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. INRI നമ്മൾ കണ്ടിട്ടില്ലേ? കുരിശിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഈസൂസ് നസറേനസ് റെക്സ് ഡിയോനറും. അവൻ്റെ മകളിൽ എഴുതി വെച്ചു INRI. വായിച്ചേ, ഇൻട്രി INRI. അതുകൊണ്ടാണ് പെസഹായുടെ ഒക്കെ ദിവസം ക്രൈസ്തവ പാരമ്പര്യത്തിലൊരു കാര്യമുണ്ട്. ഒരപ്പം ഉണ്ടാക്കും. ചെങ്ങന്നൂർക്കാർക്ക് അറിയാമോ? ഇൻട്രിയപ്പം. ഇൻട്രിയപ്പം ഇവിടുന്ന് വന്നതാ. INRI. പാരമ്പര്യ ക്രൈസ്തവർ ഇന്നും ഉണ്ടാക്കത്തില്ലേ ഇൻട്രിയപ്പം? അരി കൊണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ല. ചാരൻ നല്ല കുഞ്ഞാണ്. ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നൊക്കെ ഈ INRIയുടെ പേരാ. നോക്കൂ, എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ രാജാവ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. അർത്ഥം എന്താ? ഇനി നീ താമസിച്ചിട്ടില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, മോക്ഷം തുറക്കുകയാ. ഒറ്റ വാക്ക്. അത് വാർദ്ധക്യത്തിലാകട്ടെ, ശൈശവത്തിലാകട്ടെ, യൗവനത്തിലാകട്ടെ, ജീവിതത്തിൻ്റെ എപ്പോഴും ഇടനാഴിയിലാകട്ടെ, യേശുവേ ഞാനൊരു പാപിയാണ്, അങ്ങനെ സ്വീകരിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തുറക്കപ്പെടുന്ന മോക്ഷത്തിൻ്റെ പർദീസയുടെ ഒരു വാതിലുണ്ട്. ഇനിയും താമസിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് രാത്രി നമ്മുടെ രാത്രിയാ. എന്തിനാണ് ഈ പരസ്യ സ്ഥലത്ത് പന്തല കെട്ടി പ്രിയപ്പെട്ട പിതാവ് ഈ വർഷങ്ങളായിട്ട് കൺവെൻഷൻ നടത്തുന്നത്? പ്രിയപ്പെട്ടവരെ, പണക്കൊഴുപ്പാന്ന് ചിന്തിക്കരുതേ. ഒറ്റ കാര്യം കൊണ്ടാ എല്ലാവരും ഈ സത്യം അറിയണം. നീ ഇനിയും താമസിച്ചിട്ടില്ല. മനുഷ്യകുലത്തിൻ്റെ പാപം കയറിക്കൊണ്ട് ഒരുവൻ കിടക്കുകയാ. നോക്കൂ, മരത്തിന്മേൽ കിടക്കുകയാ. വചനം ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നു, അതിൻ്റെ 23-ല് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാ. ശാപമുണ്ട്. രണ്ട് രീതി വരാം. അപ്പം വഴി വരാം, അമ്മ വഴി വരാം. ഏതെങ്കിലും ഒരു വഴി 4 തലമുറ വരെ ശാപം വരാം. ശപിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, രക്ഷിക്കാൻ വേണ്ടിയാ. പക്ഷെ രക്ഷാകാരണമായ നിയമം നിശിക്ഷാകാരണമായപ്പം ശാപം പേറി. ശാപമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശാപമുണ്ട്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ മദ്യപാനിയായിരുന്നു, വല്ലാതെ തകർന്നു പോയി. അജാനബാഹു, കായിക അഭ്യാസി, നല്ല വിദ്യാഭ്യാസം, നല്ല ഭാഷാശൈലി, നല്ല മൈവഴക്കം, ആരും നോക്കുന്ന അകാര സൗഷ്ഠവം. പക്ഷേ അന്ത്യം ദയനീയമായിരുന്നു. ഒടുവിൽ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചനൊരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അപ്പച്ചൻ്റെ കൈ വിരളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പം അപ്പൻ്റെ ചേട്ടൻ ആടി വരുന്നു. അപ്പച്ചൻ ആത്മകഥം പറഞ്ഞു, ഇത് അപ്പച്ചൻ്റെ കുറ്റ, വല്യപ്പ ഇങ്ങനെ ആയത്. അപ്പച്ചൻ എന്ത് ചെയ്തിട്ടാ? അപ്പച്ചൻ എന്നോടൊരു കഥ പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ തോട്ടത്തിൽ കുടിയിറക്കാൻ പോയി. കുടിയിറക്കി ചെല്ലുമ്പോൾ കുടിയിറക്കി പോകുക. ഒടുവിൽ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പടുക്കളവി അമ്മ അവിടെ കിടപ്പുണ്ട്. പടുക്കളവി ഒരമ്മ, ഒരു കൊച്ചു കുഞ്ഞവിടെ കിടക്കുന്നു. കഞ്ഞിക്കലത്തിൽ അരി കിടന്ന് തിളയ്ക്കുന്നു. അമ്മ പറഞ്ഞു, ഈ കുഞ്ഞിന് അന്നാഹാരം കൊടുത്തിട്ട് 3 ദിവസമായി. എരന്ന് മേടിച്ച അരിയാ. ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങിയേക്കാൻ. എവിടെ കേൾക്കാൻ? കാലുമടക്കി കഞ്ഞിക്കലത്തെ അടിച്ചു. അത് ആ കുഞ്ഞിന് ദേഹത്ത് വീണു. കുഞ്ഞിനെ എടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് പെരയ്ക്ക് തീയിട്ടു. അവരൊരു തരത്തിൽ പുറത്തിറങ്ങി കത്തുന്ന തീ ഉയരുമ്പോൾ ആ സ്ത്രീ ശപിച്ചു, നിന്റെ സന്തതി വെള്ളം ഇറങ്ങിച്ചാകത്തില്ല. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ ആ ഒരു സമയം എൻ്റെ കയ്യിൽ ഞാൻ ആ വലിയ മനുഷ്യനെ ഇങ്ങനെ കോരിയെടുത്തു. എൻ്റെ കൈ കിടന്നുകൊണ്ട് ചോര ഒലിച്ചൊലിച്ചൊലിച്ച് മരിക്കുമ്പോൾ ഞാൻ കണ്ടതാ. ഞാനിങ്ങനെ താങ്ങിപ്പിടിച്ച്. ശാപമുണ്ടോ? ശാപമുണ്ട്. അന്നെൻ്റെ വീട് 4 പാളി കഥകിട്ട് താക്കോലിട്ട് 4 ചങ്ങലയിട്ട് പൂട്ടും. കാരണം രാത്രിയിൽ എന്തും ചെയ്യും മദ്യപിച്ച് വരുമ്പോൾ. ഇന്നെൻ്റെ വീട് പൂട്ടാറില്ല. കാരണം രാത്രി 1 മണി 2 മണി വരെ പ്രാർത്ഥനക്കാർ കാണും. ഒറ്റ കാര്യ, യേശു വന്നപ്പം ശാപം മാറി. യേശു വന്നാൽ മരത്തിമേ തൂങ്ങുന്നവന് ശാപം. എന്തിനാ? നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തും മായിച്ച് ക്രൂശി തറച്ച് നടുവിൽ ഉദ്ധാരണമില്ലാത്ത തറവാടുകൾ, തകർന്നുപോയ തറവാടുകൾ, മാനസിക രോഗങ്ങൾ, ഹല്ലേലൂയ, പ്രായം എത്തുന്നതിന് മുമ്പ് അകാല മരണങ്ങൾ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, തകർച്ചകളുടെ വേരോട്ടമുള്ള ചില കുടുംബങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ കഴിവുള്ള ഒരുവൻ്റെ ഒരു മലയുണ്ട്. അവിടേക്ക് ചെന്നാൽ അവിടുന്ന് ഒഴുകുന്ന രക്തം,
നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് രാത്രി അവിടെ നിന്നും രക്തവും വെള്ളം ഒഴുകുക. ശാപം മാത്രമാണോ മാറുന്നത്? അല്ല, അവിടുത്തെ ആട്ടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. അവിടുത്തെ ശരീരം അട്ടിച്ച് തകർക്കപ്പെട്ടത് എന്തിനാ? നമ്മുടെ ശരീരം പണിയാൻ വേണ്ടിയാ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കും. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ചില രഹസ്യ പാപങ്ങൾ, വിട്ടുമാറാത്ത ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ചില കുടുംബങ്ങളെ വേട്ടപ്പട്ടി പോലെ വേട്ടയാടുന്ന ശാപക്കെട്ടുകൾ മക്കൾ പറയുന്നു അനുഭവിക്കാൻ കാരണവന്മാർ ഇഷ്ടം പോലെ വെച്ചിട്ടാ പോയേക്കുന്നത്. അനുഭവിച്ച് തീർക്കാൻ വിധിയെ പഴിക്കുന്ന മാനവ കുടുംബങ്ങളെ ദൈവം തൻ്റെ ജനത്തിൻ്റെ വിധികളെ മാറ്റാൻ കഴിയുന്ന ഒരിടമുണ്ട്. കാൽവറി കുന്ന് ആ പർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം ഇന്നും ഒഴുകുകയാണ്. ആർക്കു വേണ്ടിയും സൗജന്യമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും താമസിച്ചിട്ടില്ല സഹോദര, ഇനിയും താമസിച്ചിട്ടില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാൻ പാപിയാ. ഞാൻ ഇന്നലെ തൃശ്ശൂർ രാത്രി പ്രസംഗിച്ചു. എൻ്റെ യോഗത്തിനിടയിൽ മദ്യപാനികളായ സഹോദരന്മാർ കയറി വന്നു. എത്ര പേർ വന്നു കരയുന്നത് ഞാൻ കണ്ടു. അവരെ അവിടുത്തെ സഹോദരന്മാർക്ക് പരിചയപ്പെടുത്തി പോകുമ്പോൾ അവർ പറയുന്നു സ്വസ്ഥതയില്ല, സമാധാനമില്ല. പലതും നോക്കി രാത്രി ശക്തൻ ആ ബസ് സ്റ്റാൻഡിൽ മദ്യപിച്ച് നിൽക്കുന്നവർ പോലും ഈ ശബ്ദം കേട്ടപ്പോൾ മാറത്തടിച്ച് നിലവിളിക്കുന്നു ഞാൻ കണ്ടു. ഇന്ന് രാത്രി നിന്റെ തകർച്ചകളെ മാറ്റുന്ന ഒരിടമുണ്ട്. കാൽവറിയുടെ കൊലമര, കാൽവറിയുടെ കുരിശിൽ നിന്ന് ഒഴുകിയ. ഹല്ലേലൂയ. ഈ രാത്രി എത്ര പേർ പറയും യേശുവേ ഞാൻ ആ പർവ്വതത്തിലൊക്കെ അടുത്ത് വരികയാ. അവിടെ രോഗസൗഖ്യമുണ്ട്, അവിടെ തകർച്ചകൾ മാറുക, അവിടെ ബന്ധനങ്ങൾ അഴിയുക, അവിടെ നിന്റെ ദാരിദ്ര്യം മാറും. നമ്മൾ സമ്പന്നരാകാൻ നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ക്രിസ്തു അവിടെ നിന്ന് മാറും. നമ്മുടെ നിന്ന് അവൻ്റെ മേലായി. അവിടുന്ന് നിന്ദിക്കപ്പെട്ടു, നമ്മൾ മാനിക്കപ്പെട്ടു. അവിടുന്ന് തകർക്കപ്പെട്ടു, നമ്മൾ പണിയപ്പെടും. അവിടുന്ന് താണു വന്നു, നമ്മൾ ഉയർത്തപ്പെടും. അവിടുന്ന് ശിക്ഷയേറ്റു, നമ്മൾ സ്വതന്ത്രരാകും. അവിടുന്ന് ശാപമൃത്യു മരിച്ചു. എന്തിന്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികളായി നമുക്ക് വരേണ്ടതിന് അവൻ നമുക്ക് പകരം ശാപമായി. ഈ രാത്രി യേശുവിലൂടെ ഒഴുകുന്ന ആ കാൽവറി കുരിശിലൂടെ ഒഴുകുന്ന രക്ത ഈ കൺവെൻഷൻ്റെ കടശ രാത്രി ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ ഇന്നുകൊണ്ട് ദൈവദാസന്മാർ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നുകൊണ്ട് ഈ രാത്രി ആ കാൽവറിയുടെ ശക്തി ഇവിടെ വ്യാപരിക്കുക. ലൈവിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർ ദയവായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകട്ടെ. ഈ രാത്രി എനിക്ക് രോഗസൗഖ്യം വേണം. ഈ രാത്രി എൻ്റെ തകർച്ചകൾ മാറണം. എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള ചില ബന്ധനം പോലെ അതിൻ്റെ വിദ്യാഭ്യാസത്തെ കെട്ടി അതിന് പഠിക്കാനെന്ന് ആഗ്രഹമുണ്ട്, ഏകാഗ്രതയിൽ ഓർമ്മയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയ ചില ബന്ധനങ്ങളെ യേശു ഇന്ന് രാത്രി അഴിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ബുദ്ധിയെ കെട്ടിയ ചില ബന്ധനങ്ങൾ, വിദ്യാഭ്യാസത്തോടുള്ള ചില പോരാട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുമെന്ന് ആത്മാവ് എനിക്ക് നിയോഗം തരികയാണ് പറയാൻ. വിദ്യാഭ്യാസ മേഖലയെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴികട്ടെ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ ഓർമ്മയെ കെട്ടിയ, ഏകാഗ്രതയെ കെട്ടിയ, അവിടെ പഠിക്കുമ്പോൾ അവർക്കെല്ലാം ആ പഴയതുപോലെ പഠിക്കാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. റിഗന ഹദന റിബന ശമന ഹദന റിഗന രഗജ. ഹല്ലേലൂയ. ഈ രാത്രി യേശുവിലൂടെയുള്ള ഹല്ലേലൂയ വിടുതൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. കാൽവറി കുന്നിൽ ഒരുക്കിയ ആ രക്ഷ ഇന്ന് രാത്രി സൗജന്യമായത്. അതിന് വിലയില്ലാത്തത് കൊണ്ടല്ല സഹോദര, ഒരു മനുഷ്യനും കൊടുക്കാൻ അതിന് വിലയില്ലായിരുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ ജീവൻ മറുവിലയായി നൽകി. മനുഷ്യോത്തരം വന്നത് നല്ല ജീവൻ മറുവിലയായി നൽകുക. ഈ രാത്രി എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് ഇന്നാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്ക് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആത്മാവ് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, എൻ്റെ ജീവിതത്തിൻ്റെ രോഗങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയണം. എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായി എഴുന്നേറ്റ് ഇന്നാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കണമെന്ന ഒരു മനസ്സിലൊരു പ്രേരണ തോന്നുന്നവർ ഈ രാത്രി എഴുന്നേറ്റ് ഇന്നാട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. റഖ ദിഗന ശബന ഹദന റിഗല രഗജ രംഗ രഗജ രഗന അടഗന രബന ഹദന റിബന ശബന ഹദന റിഗന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ രാത്രി കാൽവറി കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൻ്റെ ശക്തി, അവിടെ നടന്ന ജയഭേരി മുഴക്കിയ വിജയ ഈ മക്കളുടെ വിജയമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിലൂടെ ബന്ധനങ്ങൾ അഴിയട്ടെ. അവിടെ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. അവിടെ കർത്താവേ ചില കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖല ബന്ധിച്ച ബന്ധനങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ.
മാറാൻ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഉയർന്ന ഡയബറ്റിക്കുകൾ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലഡ് പ്രഷർ സുഖമാകട്ടെ. കിഡ്നിയുടെ മേലുള്ള ഇൻഫ്ലമേഷൻ യേശുവിൻ്റെ നാമത്തിൽ സുഖമാകട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ, ശരീരത്തിലുള്ള നീരുകൾ യേശുവിൻ നാമത്തിൽ, നീർവീഴ്ചകൾ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. ഇന്ന് രാത്രി അട്ടിപ്പിണരുകളാലുള്ള സൗഖ്യം കർത്താവിൻ്റെ നാമത്തിൽ ജനത്തിനുമേ ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്നു. ആട്ടിപ്പിണരുകളാലുള്ള സൗഖ്യം